ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. സഹകാരി റൈസ് പ്ലസിൻ്റെ ഇന്നത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലാസ്സിലേക്ക് ഏവർക്കും ഹൃദ്യമായി സ്വാഗതം. നിങ്ങളുടെ പങ്കില്ലാതെ നിങ്ങൾക്ക് വിജയിക്കാനാവില്ല. നിങ്ങളുടെ പങ്കോടുകൂടി നിങ്ങൾക്ക് തോൽക്കാനുമാവില്ല. ഇതെൻ്റെ വാക്കുകളല്ല, യുവജനങ്ങളെ സ്വപ്നം കാണാൻ പഠിപ്പിച്ച APJ അബ്ദുൽ കലാമിൻ്റെ വാക്കുകളാണ്. എത്ര അർത്ഥവത്തായ വാക്കുകളാണെന്ന് നോക്കുക. നിങ്ങൾ വിജയിക്കണമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ലോകത്തൊരു ശക്തിക്കും നിങ്ങളെ തടയാനാകില്ല. പക്ഷേ നിങ്ങൾ തീരുമാനിക്കണം. സുഹൃത്തുക്കളെ, നല്ല തീരുമാനങ്ങളുമായി പോസിറ്റീവായിട്ടുള്ള ചിന്തകളുമായി നമുക്ക് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം. ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞ ഒരു ക്ലാസ്സിൻ്റെ തുടർച്ചയാണ്. ആമുഖം അഥവാ പ്രിയാമ്പിൾ എന്ന് പറയുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ ബേസിക് ടോപ്പിക്സിൻ്റെ ബേസിക് ടോപ്പിക്കിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട ഏരിയ ആണെന്ന് നിങ്ങൾക്കറിയാം. അതിൻ്റെ ആദ്യ ഭാഗം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദമായി ചർച്ച ചെയ്തു. എന്നിട്ട് അതോടനുബന്ധിച്ച് വരുന്ന അതിൽ നിന്നുള്ള പ്രീവിയസ് ചോദ്യങ്ങളും മോഡൽ ചോദ്യങ്ങളും ഒക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. ഇന്ന് നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? ഇതിൻ്റെ രണ്ടാം ഭാഗം, അതായത് കുറേ കാര്യങ്ങൾ കൂടി നമുക്ക് പ്രിയാമ്പിളിൽ പഠിക്കാനുണ്ട്. അതിൻ്റെ പാർട്ട് സെക്കൻഡിൽ വരുന്ന എല്ലാ ഏരിയയും നമുക്കൊന്ന് വിശദമായി ചർച്ച ചെയ്തതിന് ശേഷം ഇതുമായി ബന്ധപ്പെട്ട MCQയും PYQയും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഒപ്പം SCERT NCERT സിലബസുമായി ബന്ധപ്പെട്ട ഈ ഏരിയയിൽ വരുന്ന പ്രധാനപ്പെട്ട വസ്തുതകൾ കൂടി ചർച്ച ചെയ്തുകൊണ്ട് നമുക്ക് ഈ ക്ലാസ് അവസാനിപ്പിക്കാം. അപ്പോൾ നമുക്ക് ഇന്ന് ഈ ക്ലാസ്സിൽ ശരിക്ക് പ്രിയാമ്പിളിൻ്റെ ബാക്കി ഭാഗം പഠിപ്പിക്കുന്ന ക്ലാസ്സാണ് ഇത്. ഇത് കഴിഞ്ഞതിന് ശേഷം അടുത്ത വീഡിയോ ക്ലാസ്സിൽ നമുക്ക് MCQ ചർച്ച ചെയ്യാം. അതിൻ്റെ അടുത്ത വീഡിയോ ക്ലാസ്സിൽ PYQയും അതുപോലെ തന്നെ പാഠപുസ്തകത്തിലെ ഭാഗങ്ങളും കൂടി ചർച്ച ചെയ്യാം. അങ്ങനെ വിശദമായി, വളരെ വിശദമായി തന്നെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നിങ്ങൾ പഠിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മാർക്ക് പോലും ഈ ഏരിയയിൽ നിന്ന് മിസ്സാകാൻ സാധ്യതയില്ല. അപ്പോൾ നമുക്ക് ആരംഭിക്കാം, സമയം കളയണ്ട. പ്രിയാമ്പിൾ ഓർമ്മയുണ്ടോ? കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് അതിൻ്റെ തുടർച്ചയായ ഒരു ഭാഗമാണ്. നമ്മൾ നിർത്തിയിടത്ത് തന്നെ ആരംഭിക്കാം, നിർത്തിയിടത്തുനിന്ന് തന്നെ തുടങ്ങാൻ പോവുകയാണ്. പക്ഷേ ചെറിയ കാര്യങ്ങൾ, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് നിങ്ങളുടെ ഓർമ്മയിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം നമുക്ക് തുടരാം. ഓർമ്മയുണ്ടോ? Preamble declares objects and aims of Indian Constitution. ഇന്ത്യൻ ഭരണഘടനയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ വിളംബരം ചെയ്യുന്ന ഭാഗമാണ് പ്രിയാമ്പിൾ. USA നിന്ന്, അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ് നമ്മൾ കടം വാങ്ങിയത്. അമേരിക്കൻ ഭരണഘടനയാണ് പ്രിയാമ്പിൾ ഉൾപ്പെടുത്തിയ ആദ്യ ലോകരാഷ്ട്രമെന്ന് നമ്മൾ പഠിച്ചു. പക്ഷേ കടം വാങ്ങിയെങ്കിലും നമ്മുടെ രാജ്യത്ത് ഒരാൾ ഒരു ലക്ഷ്യപ്രമേയം, ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ തയ്യാറാക്കിയിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രിയാമ്പിൾ നമ്മൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയതെന്നൊക്കെ പഠിച്ചു. ആ വ്യക്തിയുടെ പേര് നിങ്ങൾക്കറിയാം, ജവഹർലാൽ നെഹ്റു അല്ലേ? ആർക്കിടെക്റ്റ് ഓഫ് പ്രിയാമ്പിൾ എന്നൊക്കെ നമ്മൾ പറഞ്ഞു. 1946 ഡിസംബർ മാസം 13 ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ അദ്ദേഹം പ്രസൻറ്റ് ചെയ്തു അസംബ്ലിയുടെ മുമ്പിൽ. അസംബ്ലി 1947 ജാനുവരി 22 അത് അപ്രൂവ് ചെയ്തു, അഡോപ്റ്റ് ചെയ്തു. നമ്മൾ പഠിച്ചതാണ്. അങ്ങനെ നമുക്ക് ഭരണഘടനയിൽ പ്രിയാമ്പിളായി എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഇതൊക്കെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദമായി പറഞ്ഞത്. പിന്നെ പ്രിയാമ്പിൾ ഈസ് ദി പാർട്ട് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നും പ്രിയാമ്പിൾ ഈസ് നോട്ട് ദി പാർട്ട് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നൊക്കെ പറയുന്ന ഒരു കോൺട്രാഡിക്ടറി ആയ രണ്ട് വാദഗതികളെക്കുറിച്ചും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. അതിന് സുപ്രീം കോടതി രണ്ട് വ്യത്യസ്തങ്ങളായ വിധിന്യായങ്ങളാണ് പുറപ്പെടുവിച്ചതെന്നും പറഞ്ഞു. ആദ്യം ബെറുബാരി കേസിലൂടെ ആമുഖം ഭരണഘടനയുടെ ഭാഗമല്ല എന്ന് പറഞ്ഞെങ്കിലും 1973 കേശവാനന്ദ ഭാരതി കേസിലൂടെ പ്രിയാമ്പിൾ ഈസ് ആൻ ഇൻ്റഗ്രൽ പാർട്ട് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പ്രഖ്യാപിച്ചതും ഒക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഒന്ന് ഓർക്കണം. ബേസിക് ആയിട്ടുള്ള കാര്യമായതുകൊണ്ട് ഞാൻ ചില പ്രത്യേക കാര്യങ്ങളൊന്ന് ഓർമ്മിപ്പിച്ചു വന്നേ ഉള്ളൂ. നമ്മൾ എവിടെയാണ് ഇത് അവസാനിപ്പിച്ചത്? കഴിഞ്ഞ ക്ലാസ്സിൽ ഓർമ്മയുണ്ടോ? അക്കോർഡിംഗ് ടു പ്രിയാമ്പിൾ, ഇന്ത്യ ഈസ് സോവറിൻ സോഷ്യലിസ്റ്റ് സെക്കുലാർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്. അവിടെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. അപ്പം എന്താണ് സോവറിൻ, എന്താണ് സോഷ്യലിസ്റ്റ്, എന്താണ് സെക്കുലാർ, എന്താണ് ഡെമോക്രാറ്റിക്, എന്താണ് റിപ്പബ്ലിക്? ആ 5 വാക്കുകൾ
ആണ് ഇന്ന് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത്. അതിനു മുന്നേ ഈ ഭാഗത്ത് വരുന്ന, നമ്മൾ പതിവ് പോലെ ഈ ഭാഗത്ത് നിന്ന് ചോദിക്കാവുന്നതല്ല, ചോദിച്ചിട്ടുള്ള PSC ചോദിച്ചുള്ള 2-3 PYQ 2-3 പ്രീവിയസ് ചോദ്യങ്ങളാണ് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുന്നത്. ഇത് ഞാൻ പതിവ് പോലെ ഇത് നമ്മുടെ തുടക്കത്തിൽ ആൻസർ പറയുന്നില്ല, നിങ്ങൾ ക്വസ്റ്റ്യൻ ഒന്ന് പരിചയപ്പെടാൻ വേണ്ടി മാത്രം ഞാനിത് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. നോക്കൂ, ഇക്കണോമിക് ജസ്റ്റിസ് ആസ് വൺ ഓഫ് ദി ഒബ്ജക്റ്റീവ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാസ് ബീൻ പ്രൊവൈഡഡ് ഇൻ ദി പ്രിയാമ്പിൾ ആൻഡ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, the preamble and directive principles of state policy, the fundamental rights and directive principles of state policy, none of the above. അതായത് ഇക്കണോമിക് ജസ്റ്റിസ്, സാമ്പത്തിക നീതി എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയിലെ ലക്ഷ്യങ്ങളിൽ ഒന്നാണ്. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നതാണത്. വിശദമായി പഠിച്ചു കഴിയുമ്പോഴേ നിങ്ങൾക്ക് ഈ ചോദ്യം ആൻസർ ചെയ്യാൻ കഴിയുള്ളൂ. അങ്ങനെ ഇക്കണോമിക് ജസ്റ്റിസ് എന്ന് പറയുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഒരു ലക്ഷ്യമാണ്. അത് എവിടെയാണ് പ്രതിപാദിച്ചിരിക്കുന്നത് എന്നാണ് ചോദ്യം. പ്രിയാമ്പിളിലും ഫണ്ടമെൻ്റൽ റൈറ്റ്സിലുമാണോ ഇക്കണോമിക് ജസ്റ്റിസിനെ കുറിച്ച് പറയുന്നത്, അതോ പ്രിയാമ്പിളിലും ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയിലുമാണോ ഇക്കണോമിക് ജസ്റ്റിസിനെ കുറിച്ച് പറയുന്നത്? അങ്ങനെ അതോ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആൻഡ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസീസിലാണോ? നൺ ഓഫ് ദി അബവ്. ഇതിൽ ഒന്നുമല്ലയോ? ഇത് വാസ്തവത്തിൽ ഈ ചോദ്യം നിങ്ങൾക്ക് വ്യക്തമായി ആൻസർ ചെയ്യണമെങ്കിൽ വേറൊരു ടോപ്പിക്കും കൂടി ഇവിടെ പഠിക്കേണ്ടിയിരിക്കുന്നു. അത് പുറകിൽ വരുന്നതേ ഉള്ളൂ. അതേതാണ്? ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളിതിൻ്റെ ഉത്തരം കൃത്യമായി പറയും. എങ്കിലും ഒന്ന് വെയിറ്റ് ചെയ്തോളൂ. നിങ്ങളിത് ഒന്ന് പറയാൻ കഴിയുമോ എന്ന് ഞാൻ ഇന്നത്തെ എൻ്റെ ക്ലാസ് കഴിഞ്ഞിട്ട് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങൾക്ക് പറയാൻ കഴിയുമോ എന്നൊന്ന് പരിശോധിച്ച് നോക്കുക. ഇല്ലെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അത് പറഞ്ഞു മനസ്സിലാക്കി തരാം. ഒരു ചോദ്യം പരിചയപ്പെട്ടല്ലോ. അടുത്ത ഒരു PYQ ആണ് ഇതാ കിടക്കുന്നത്. ദി പ്രിയാമ്പിൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ സെക്യൂർസ് ജസ്റ്റിസ്, ലിബർട്ടി, ഇക്വാലിറ്റി ആൻഡ് ഫ്രട്ടേണിറ്റി ടു ഡാഷ്. അതായത് ജസ്റ്റിസ്, ലിബർട്ടി, ഇക്വാലിറ്റി ആൻഡ് ഫ്രട്ടേണിറ്റി, നീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, ഇതാണ് പ്രിയാമ്പിൾ ഉറപ്പ് കൊടുക്കുന്നത്. ആർക്കെന്നാണ്? ദി സിറ്റിസൺ ഹൂ റിസൈഡ് വിത്തിൻ ദി ടെറിട്ടറി ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ അതിർത്തിയിൽ ഉൾപ്പെട്ട താമസിക്കുന്ന സിറ്റിസണ് മാത്രമാണോ? ഓൾ പേഴ്സൺ അല്ല, എല്ലാ ജനങ്ങൾക്കും ഇങ്ങനെ ഒരു അവകാശം നൽകുന്നുണ്ടോ? അടുത്ത പോയിന്റ് നോക്കൂ. ഓൾ പേഴ്സൺസ് ഹൂ റിസൈഡ് വിത്തിൻ ദി ടെറിട്ടറി ഓഫ് ഇന്ത്യ, ഇന്ത്യക്കകത്ത് തന്നെ താമസിക്കുന്ന വ്യക്തികൾക്ക് മാത്രമാണോ ഇത്? ദെൻ ഓൾ സിറ്റിസൺസ് ഓഫ് ഇന്ത്യ, ഇന്ത്യയിലെ എല്ലാ സിറ്റിസൺസിനുമാണോ? ഇതിനൊക്കെ ഉത്തരം ഇപ്പം കിട്ടും കേട്ടോ. ABCD എന്നാണ്. ഈ അറിയാതെ വന്നു പോയതാണ്. നോക്കൂ, അപ്പോൾ ABCD 4 ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുള്ളതിൽ ഇന്ത്യൻ ഭരണഘടനയിലെ പ്രിയാമ്പിള് ജസ്റ്റിസ്, ഇക്വാലിറ്റി, ഫ്രട്ടേണിറ്റി, ലിബർട്ടി, ഇക്വാലിറ്റി, ജസ്റ്റിസ്, ലിബർട്ടി, ഇക്വാലിറ്റി ആൻഡ് ഫ്രട്ടേണിറ്റി എന്ന ഈ അവകാശങ്ങൾ കൊടുത്തിരിക്കുന്നത് ആർക്കാണ്? നിങ്ങളിത് പഠിച്ചു കഴിയുമ്പം നിങ്ങൾ താനേ ഉത്തരം പറയും. നമുക്ക് ഇന്നത്തെ ക്ലാസ് നിങ്ങളൊന്ന് ശ്രദ്ധയോടുകൂടി കേൾക്കുക. അടുത്തൊരു ചോദ്യം കൂടെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഇന്ത്യൻ ഭരണഘടനയുടെ തിരിച്ചറിയൽ രേഖ എന്ന് എന്നെ പൾക്കിവാല വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? മൗലികാവകാശങ്ങളെയാണോ, നിർദ്ദേശക തത്വങ്ങളെയാണോ, ആമുഖത്തെയാണോ, മൗലിക കടമകളെയാണോ? ഇന്ന് ഈ ടോപ്പിക്ക് പഠിക്കുന്നതിൻ്റെ അവസാനം പ്രിയാമ്പിളിനെ പല ആൾക്കാർ പല രീതിയിൽ വിശേഷിപ്പിച്ചിട്ടുണ്ട്. ആ വിശേഷണങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉത്തരം നിങ്ങൾ ഈസി ആയിട്ട് പറയും. ക്ലിയർ അല്ലേ? ഇത് നോക്കൂ, നമ്മുടെ കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ലിമിറ്റഡിൽ നടന്ന പരീക്ഷ, 10ാം ക്ലാസ് ലെവൽ പരീക്ഷ, അതുപോലെ തന്നെ അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ പരീക്ഷ ഒക്കെ ചോദിച്ച ചോദ്യമാണ്. ഒന്ന് ഓർത്തോളുക. ഇത്രയും ചോദ്യങ്ങളൊന്ന് പരിചയപ്പെട്ടു വെച്ചോളുക. ഈ ടോപ്പിക് എടുത്തതിന് ശേഷം നിങ്ങൾക്കതിൻ്റെ ആൻസർ ചെയ്യാൻ കഴിയുമോ എന്ന് സ്വയം ഒന്ന് പരിശോധിക്കുക. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത ചോദ്യങ്ങൾ വിശകലനം ചെയ്യുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം നമ്മൾ ടോപ്പിക്ക് ആരംഭിക്കാൻ പോവുകയാണ്. എവിടെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്? അക്കോർഡിംഗ് ടു പ്രിയാമ്പിൾ,
ഇന്ത്യ ഈസ് സോവറിൻ സോഷ്യലിസ്റ്റ് സെക്കുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്. പരമാധികാര സ്ഥിതിസമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക്. പച്ച മലയാളത്തിൽ പറഞ്ഞ, മലയാളവും കൂടി നിങ്ങൾ ഓർക്കണം. സോവറിൻ സോഷ്യലിസ്റ്റ് സെക്കുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്, പരമാധികാര സ്ഥിതിസമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക്. ഇങ്ങനെ ആയിരുന്നില്ലല്ലോ നേരത്തെ ഇന്ത്യ അറിയപ്പെട്ടിരുന്നത്. ഇന്ത്യ നേരത്തെ അറിയപ്പെട്ടിരുന്നത് എങ്ങനെയായിരുന്നു? സോവറിൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്. കഴിഞ്ഞ ക്ലാസ് നമ്മൾ പഠിച്ചതാണ്. സോവറിൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്, പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് എന്ന് മാത്രമായിരുന്നു ഇന്ത്യ അറിയപ്പെട്ടിരുന്നത്. 1976 42-ാം ഭേദഗതിയിലൂടെയാണ് അവിടെ സോഷ്യലിസ്റ്റ് എന്നും സെക്കുലർ എന്നും സ്ഥിതിസമത്വമെന്നും മതേതരത്വമെന്നും 2 വാക്കുകൾ കൂട്ടിച്ചേർത്തത്. പിന്നെ മറ്റൊരു സ്ഥലത്ത് ഇൻ്റഗ്രിറ്റി, അഖണ്ഡത എന്ന വാക്ക് കൂട്ടിച്ചേർത്ത കാര്യമൊക്കെ നമ്മൾ പറഞ്ഞു. പോട്ടെ. അപ്പോൾ ഇന്ത്യ ഇപ്പം അറിയപ്പെടുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ സോവറിൻ സോഷ്യലിസ്റ്റ് സെക്കുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്. ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. നമ്മൾ ഈ പ്രീവിയസ് ചോദ്യങ്ങളും മോഡൽ ചോദ്യങ്ങളും വിശകലനം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ചോദ്യം കാണാം. അപ്പോൾ ഞാൻ കൂടുതൽ അതിനെക്കുറിച്ച് പറയാം. അപ്പോൾ ഈ 5 വാക്കുകൾ എന്താണെന്നും കൂടെ നിങ്ങൾ പഠിക്കുക. എന്താണ് സോവറിൻ? ഇന്ത്യ ഈ സോവറിൻ കൺട്രി എന്ന് പറഞ്ഞാൽ, നമ്മുടെ രാജ്യം ഒരു പരമാധികാര രാജ്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അതുകൂടി നിങ്ങൾ പഠിക്കണം. സോവറിൻ മീൻസ് ദാറ്റ് ഇന്ത്യ ഈസ് ആൻ ഇൻഡിപെൻഡൻറ്റ് കൺട്രി വിത്ത് ഇറ്റ്സ് ഓൺ അതോറിറ്റി. ഞാൻ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ പരമാധികാരം എന്ന് പറഞ്ഞാൽ സ്വതന്ത്ര അധികാരം എന്നർത്ഥം. നമ്മുടെ രാജ്യത്തിന് സ്വതന്ത്ര അധികാരമുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തിൻ്റെ വിധി നിർണ്ണയിക്കാനുള്ള അധികാരം നമുക്ക് മാത്രമാണ്. അതാണ് നമ്മൾ പറഞ്ഞത് സോവറിൻ മീൻസ് ഇന്ത്യ ഈസ് ആൻ ഇൻഡിപെൻഡൻറ്റ് കൺട്രി വിത്ത് ഇറ്റ്സ് ഓൺ അതോറിറ്റി. നമുക്ക് അധികാരം ഉണ്ട് സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ. വി ആർ നോട്ട് അണ്ടർ ദി കൺട്രോൾ ഓഫ് എനി അതർ കൺട്രി. മറ്റൊരു രാജ്യത്തിൻ്റെയും നിയന്ത്രണത്തിലല്ല നമ്മൾ പ്രവർത്തിക്കുന്നത്. അതിൻ്റെ പേരാണ് സോവറിൻ. നമ്മുടെ പരമാധികാരത്തെ ബാധിക്കുന്ന ഏതെങ്കിലും പ്രവൃത്തി ഏതെങ്കിലും രാജ്യത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായാൽ ആ സമയം നമ്മളതിൽ പ്രതികരിക്കും, അത് തടയാനുള്ള ശ്രമം നടത്തും. കാരണം ഇന്ത്യ സോവറിനാണ്, പരമാധികാര രാജ്യമാണ്. കുറച്ചുകൂടെ വ്യക്തമാക്കാതെ, ദിസ് മീൻസ് ദാറ്റ് ഇന്ത്യ ഹാസ് ദി പവർ ടു ലെജിസ്ലേറ്റ് ഓൺ എനി സബ്ജക്റ്റ്. ഇന്ത്യ ഹാസ് പവർ ടു ലെജിസ്ലേറ്റ് ഓൺ എനി സബ്ജക്റ്റ്. ഏത് വിഷയത്തിലും നിയമനിർമ്മാണം നടത്താൻ നമുക്ക് അധികാരമുണ്ട്. അത് നമ്മുടെ ഇഷ്ടമാണ്. നമ്മൾ എന്ത് നിയമം നിർമ്മിക്കുന്നു അത് നമ്മുടെ തീരുമാനമാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു ലോകരാഷ്ട്രം നമ്മളോട് പറയാണ് അത് നിങ്ങൾ ആ നിയമം നിർമ്മിക്കൽ നിങ്ങൾക്ക് ദോഷമാണ് എന്ന് പറഞ്ഞാൽ ആയിക്കോട്ടെ, അത് ഞങ്ങൾ സഹിച്ചു. മനസ്സിലാകുന്നല്ലോ, നിങ്ങൾ ഇടപെടേണ്ടതില്ല. ഞങ്ങൾക്കറിയാം ഓരോ ഇഷ്യൂവിലും എന്തൊക്കെ തീരുമാനമെടുക്കണം, എന്തൊക്കെ നിയമങ്ങൾ ഉണ്ടാക്കാം. ഇതിനാണ് പരമാധികാരം എന്ന് നമ്മൾ പറയുന്നത്. അത് ഒരു രാജ്യത്തെയും നമ്മൾ അനുവദിക്കില്ല. നമ്മുടെ പരമാധികാരത്തെ ചോദ്യം ചെയ്യാൻ ഒരു രാജ്യത്തെയും നമ്മൾ അനുവദിക്കാറില്ല. ഇന്ത്യ ബിക്കെയിം എ സോവറിൻ നാഷൻ ഓൺ 26 ജാനുവരി 1950. അത് അണ്ടർലൈൻ ചെയ്ത് പഠിച്ചോളുക. ഇന്ത്യ ഒരു സോവറിൻ രാഷ്ട്രമായി മാറിയത് ഭരണഘടന നിലവിൽ വന്ന ദിവസം. ഭരണഘടന അംഗീകരിച്ച ദിവസമല്ല, 1949 നവംബർ 26 എന്ന് പറയരുത്. ഇന്ത്യ ഒരു സോവറിൻ രാഷ്ട്രമായി ഡിക്ലെയർ ചെയ്തത് 1950 ജാനുവരി 26. അപ്പം പ്രിയാമ്പിള് ശരിക്ക് നിലവിൽ വന്നത് എന്നെന്ന് ചോദിച്ചാൽ ഇതേ ദിവസമാണ്. അതിലൂടെയാണ് പ്രഖ്യാപിക്കുന്നത് ഇന്ത്യ ഈ സോവറിൻ സോഷ്യലിസ്റ്റ് സെക്കുലാർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്ന് വിശേഷിപ്പിക്കുന്നത്. 1950 ജാനുവരി 26 ഇന്ത്യ ഒരു റിപ്പബ്ലിക് രാഷ്ട്രമായി മാറിയപ്പോഴാണ് ഇങ്ങനൊരു വാക്കിന് തന്നെ പ്രസക്തി വന്നത്. നമ്മൾ സോവറിൻ രാജ്യമായി മാറിയത് മറക്കരുത്. വെരി വെരി ഇമ്പോർട്ടൻ്റ്. As a sovereign state, India can acquire a foreign territory or cede their territory in favor of other. കണ്ട, ഒരു സോവറിൻ രാഷ്ട്രം എന്ന നിലയിൽ മറ്റേതെങ്കിലും ഫോറിൻ ടെറിട്ടറി, മറ്റേതെങ്കിലും വിദേശ പ്രദേശങ്ങളെ ഇന്ത്യയിലോട് കൂട്ടിച്ചേർക്കാനും സീഡ് ചെയ്യാനും അത് ഉപേക്ഷിക്കാനും ഇന്ത്യൻ പ്രദേശത്തെ മറ്റ് രാജ്യങ്ങൾക്ക് വിട്ടുകൊടുക്കുവാനും ഒക്കെ നമുക്ക് അധികാരമുണ്ട്. നമ്മളത് പല കാലങ്ങളിലും ചെയ്യാറുണ്ട്. ഇപ്പം നമ്മുടെ അതിർത്തി ആ പ്രദേശങ്ങളിൽ കിടക്കുന്ന ചില പ്രദേശങ്ങൾ നമ്മളോട് കൂട്ടിച്ചേർക്കുന്നു പരസ്പര കരാറിലൂടെ.
ഇപ്പം ബംഗ്ലാദേശുമായി ബന്ധപ്പെട്ട് 100ാം ഭേദഗതിയൊക്കെ നിങ്ങൾക്ക് പരിശോധിച്ചാൽ അറിയാം. കുറച്ച് ഭാഗങ്ങൾ നമ്മളോട് കൂട്ടിച്ചേർക്കുന്നു, നമ്മുടെ കുറച്ച് ഭാഗങ്ങൾ അങ്ങോട്ടേക്ക് വിട്ടുകൊടുക്കുന്നു, അതിർത്തി ക്ലിയർ ആക്കുന്നതിന് വേണ്ടി ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പലപ്പോഴും ചെയ്യാറുണ്ട്. അത് ഇന്ത്യയുടെ പരമാധികാരത്തിൽപ്പെട്ടതാണ്. ഏതെങ്കിലും ഒരു നമ്മുടെ രാജ്യത്തോട് ചേരാൻ സാഹചര്യമുള്ള ഒരു പ്രദേശത്ത് നമ്മുടെ രാജ്യത്തോട് കൂട്ടിച്ചേർക്കുക, അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. പരമാധികാര രാജ്യമാണ് ഇന്ത്യ. സ്വന്തമായി നിയമനിർമ്മാണത്തിന് അധികാരമുണ്ട് ഏത് വിഷയത്തെക്കുറിച്ചും. അതുപോലെ അടുത്ത പോയിന്റ് ശ്രദ്ധിക്കുക, ഇന്ത്യാസ് മെമ്പർഷിപ്പ് ഇൻ മൾട്ടിലേറ്ററൽ ഓർഗനൈസേഷൻ സച്ച് ആസ് ദി യുണൈറ്റഡ് നാഷൻസ് ഓർഗനൈസേഷൻ UNO and the Commonwealth of Nations is no way of compromises its sovereignty. നമ്മൾ ഐക്യരാഷ്ട്രസഭയിൽ കോമൺവെൽത്ത് രാഷ്ട്രങ്ങളുടെ ആ കൂട്ടായ്മയിൽ ഒക്കെ അംഗമാണ് എന്ന് കരുതിയിട്ട് നമ്മുടെ സോവറിൻ്റിയിൽ ഒരു കോംപ്രമൈസ് വരുത്താൻ നമ്മൾ തയ്യാറല്ല. ഐക്യരാഷ്ട്രസഭയിൽ അംഗമെന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ പറയാനും പ്രവർത്തിക്കാനും ഒക്കെ സ്വാതന്ത്ര്യമുണ്ട്, നമുക്ക് നമ്മുടെ നയം വ്യക്തമാക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അല്ലാതെ ആ സഭ പറയുന്നത് നിങ്ങൾ ഇന്ന രീതിയിൽ പെരുമാറണം എന്ന് പറഞ്ഞാൽ അനുസരിച്ച് കൊടുക്കാനൊന്നും പറ്റില്ല. പിന്നെ അന്താരാഷ്ട്ര തലത്തിലുള്ള ചില നിയന്ത്രണങ്ങൾ എല്ലാ രാജ്യങ്ങളും പാലിക്കും എന്നതുപോലെ നമ്മളും പാലിക്കുന്നുള്ള, അല്ലാതെ ഏതെങ്കിലും ഏതെങ്കിലും ഒരു അന്താരാഷ്ട്ര ഓർഗനൈസേഷനിൽ അംഗമായി എന്നതുകൊണ്ട് നമ്മുടെ സോവറിൻ്റിയോട് ഒരു രീതിയിലുള്ള കോംപ്രമൈസും നമ്മൾ നടത്താറില്ല. നമ്മൾ നമ്മളായി തന്നെ നിൽക്കും. അതാണ് മനസ്സിലാകുന്നുള്ളത്. അപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ നിങ്ങൾക്കറിയാം, നമ്മുടെ പ്രസിഡൻറ്റ് അദ്ദേഹത്തിൻ്റെ ആവശ്യം എന്താണ് അദ്ദേഹം ഇത്രയും കോപാകുലനാകാൻ കാരണം? നമ്മൾ റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്നു. റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്നത് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല ട്രംപിന്. അപ്പം ട്രംപ് നമ്മളോട് പറയുന്നത് അവരിൽ നിന്ന് സാധനം വാങ്ങരുത്. നമ്മൾ പറഞ്ഞു സൗകര്യമില്ല, ഞങ്ങൾക്ക് ഇഷ്ടമുള്ളവരിൽ നിന്ന് നമ്മൾ സാധനം വാങ്ങും. അതാണ് നമ്മുടെ പരമാധികാരം എന്ന് പറയുന്നത്. അങ്ങനെ വാങ്ങരുത് എന്ന് പറയുമ്പോൾ നമ്മൾ പഞ്ചപുച്ഛമടക്കി നിൽക്കുകയാണെങ്കിൽ അതിനർത്ഥം നമ്മുടെ പരമാധികാരം നമ്മൾ അടിയറ വച്ചു എന്നാണ്. പറ്റില്ല. ജീവൻ പോയാലും നമ്മുടെ പരമാധികാരം വിട്ടുകൊടുക്കാൻ നമ്മൾ തയ്യാറല്ല. അതാണ് സോവറിൻ്റി. നിങ്ങൾ ഓർമ്മിക്കണം. ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞു എന്നേ ഉള്ളൂ റീസെൻ്റ് ആയിട്ടുള്ളത്. അപ്പം നമ്മൾ ഐക്യരാഷ്ട്രസഭയിൽ കോമൺവെൽത്ത് ഓർഗനൈസേഷനിലൊക്കെ അംഗമാണ് എന്ന് കരുതി നമ്മുടെ പരമാധികാരത്തിൽ ഒരു കോംപ്രമൈസും വരുത്താൻ നമ്മൾ തയ്യാറല്ല. ഇന്ത്യക്ക് ഇന്ത്യയുടെ സ്വതന്ത്ര അധികാരമുണ്ട്. ഏത് വിഷയത്തിലും നമുക്കൊരു നിലപാടുണ്ട്, അത് നമ്മുടേത് മാത്രമാണ്. മറ്റൊരു രാജ്യങ്ങളെയും നമ്മുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാൻ നമ്മൾ അനുവദിക്കാറില്ല. അതിൻ്റെ പേരാണ് പരമാധികാരം. വ്യക്തതയോടെ പഠിച്ചു വയ്ക്കണം കേട്ടോ. അപ്പോൾ ഇന്ത്യ ഒരു പരമാധികാര രാജ്യമാണ്. അടുത്തൊരു വാക്കുണ്ടല്ലോ, സോവറിൻ സോഷ്യലിസ്റ്റ്. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ സോഷ്യലിസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം സ്ഥിതി സമത്വം. സോഷ്യലിസ്റ്റ് ഇൻ ദി പ്രിയാമ്പിൾ ഓഫ് ഇന്ത്യ ദി കോൺസ്റ്റിറ്റ്യൂഷൻ റിഫേഴ്സ് ടു സോഷ്യൽ ജസ്റ്റിസ് വിച്ച് മീൻസ് ഈക്വൽ ട്രീറ്റ്മെൻറ്റ് ആൻഡ് ഓപ്പർച്യൂണിറ്റി ഫോർ ഓൾ സിറ്റിസൺ. അതാണ് സോഷ്യലിസ്റ്റ്. ഈക്വൽ ട്രീറ്റ്മെൻറ്റ് ആൻഡ് ഓപ്പർച്യൂണിറ്റി ഇൻ ഓൾ സിറ്റിസൺസ്. രാജ്യത്തിൻ്റെ സമ്പത്ത്, വരുമാനം എന്നിവയെല്ലാം എല്ലാവരിലും തുല്യമായി വിതരണം ചെയ്യപ്പെടണം. എല്ലാവർക്കും ഒരു ഈക്വലായിട്ടുള്ള ഒരു അവസരമാണ് നൽകേണ്ടത്. ഇവിടെ നോക്കൂ, വാട്ട് എക്സിസ്റ്റ് ഇൻ ഇന്ത്യ ഈസ് ഡെമോക്രാറ്റിക് സോഷ്യലിസം. കേട്ടോ, നമ്മുടെ സോഷ്യലിസത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഡെമോക്രാറ്റിക് സോഷ്യലിസമാണ്, ജനാധിപത്യ സോഷ്യലിസം, നോട്ട് കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസം, ആൾസോ നോൺ ആസ് ദി സ്റ്റേറ്റ് സോഷ്യലിസം. സ്റ്റേറ്റ് സോഷ്യലിസം അതായത് കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസം അല്ല. എല്ലാ കാര്യവും സ്റ്റേറ്റ്, രാഷ്ട്രം നിയന്ത്രിക്കുന്ന ഒരവസ്ഥയിലേക്കല്ല പോകുന്നത്. നമ്മൾ ജനാധിപത്യ സോഷ്യലിസമാണ്. അതായത് ജനാധിപത്യപരമായ മാർഗത്തിലൂടെയും അഹിംസാത്മകമായ മാർഗത്തിലൂടെയും സോഷ്യലിസ്റ്റ് ലക്ഷ്യങ്ങൾ കൈവരിക്കുകയാണ് നമ്മുടെ ലക്ഷ്യം. അതിൻ്റെ പേരാണ് ഡെമോക്രാറ്റിക് സോഷ്യലിസം. നമ്മളൊരിക്കലും സായുധ വിപ്ലവത്തിലൂടെ സോഷ്യലിസം ഉണ്ടാക്കാൻ ഇറങ്ങിത്തിരിക്കുന്ന രാഷ്ട്രമല്ല. നമ്മൾ ചെയ്യുന്നത് സമാധാനപരമായ, അഹിംസാത്മകമായ, ഗാന്ധിജി കാണിച്ചു തന്ന അഹിംസാത്മകമായ മാർഗങ്ങളിലൂടെ സോഷ്യലിസ്റ്റ് ലക്ഷ്യങ്ങൾ നേടുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഡെമോക്രാറ്റിക് സോഷ്യലിസം ഈസ് ക്രെഡിബിൾ ഇൻ എ മിക്സഡ് ഇക്കോണമി വെയർ പബ്ലിക് ആൻഡ് പ്രൈവറ്റ് സെക്ടർ എക്സിസ്റ്റ്. കണ്ടോ, നമ്മൾ ഈ ജനാധിപത്യ സോഷ്യലിസം എന്ന് പറയുമ്പോൾ അതൊരു മിക്സഡ് ഇക്കോണമിയുടെ പ്രത്യേകതയാണ്.
മിക്സഡ് ഇക്കോണമി എന്ന് പറഞ്ഞാൽ എ കോമ്പിനേഷൻ ഓഫ് പ്രൈവറ്റ് സെക്ടർ ആൻഡ് പബ്ലിക് സെക്ടർ. നമ്മുടെ രാജ്യത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എല്ലാം പബ്ലിക് സെക്ടർ, ഗവൺമെൻറ്റിൻ്റെ ഓണർഷിപ്പിലല്ല എല്ലാ മേഖലയും പ്രവർത്തിക്കുന്നത്. എല്ലാ മേഖലയും പ്രൈവറ്റ് ഓണർഷിപ്പിലല്ല പ്രവർത്തിക്കുന്നത്. ഗവൺമെൻറ് മേഖലയിലുള്ള വ്യാപാരങ്ങളും വ്യവസായങ്ങളും നമുക്കുണ്ട്, പ്രൈവറ്റ് മേഖലയിലുണ്ട്. ഇത് മിക്സ് ചെയ്ത് വരുന്ന ഒരു മിക്സഡ് ഇക്കോണമി, മിശ്ര സമ്പത്ത് വ്യവസ്ഥ എന്നൊക്കെ മലയാളത്തിൽ പറയും. അതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഡെമോക്രാറ്റിക് സോഷ്യലിസത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഡെമോക്രാറ്റിക് സോഷ്യലിസമാണ്, അതായത് ഒരു മിക്സഡ് ഇക്കോണമി, പ്രൈവറ്റ് സെക്ടറും പബ്ലിക് സെക്ടറും എല്ലാം കൂടെ കൂടിക്കലർന്ന ഒരു മിശ്ര സമ്പത്ത് വ്യവസ്ഥയിലൂടെ നമ്മൾ മുന്നോട്ട് പോവുകയാണ്. അതിലൂടെ സോഷ്യലിസം കൈവരിക്കുക. അല്ലാതെ സർക്കാരെല്ലാം ഏറ്റെടുത്തുകൊണ്ട് ഒരു കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രങ്ങളിലൊക്കെ കാണുന്നത് പോലെ എല്ലാം സർക്കാരിൻ്റെ നിയന്ത്രണത്തിൽ വന്ന മൊത്തത്തിൽ പബ്ലിക് ഓണർഷിപ്പിലുള്ള ഒരു സംരംഭങ്ങളല്ല ഇവിടെ പ്രവർത്തിക്കുന്നത്. അതുപോലെ തന്നെ ചിലയിടത്ത് പ്രൈവറ്റ് ആയിട്ടുള്ള എല്ലാം പ്രൈവറ്റ് പാർട്ടിയുടെ, അങ്ങനെയുമല്ല. രണ്ടിനും കൂടി അവസരം നൽകിക്കൊണ്ട് ഒരു മിക്സഡ് ഇക്കോണമിയിലൂടെ നമ്മൾ എന്ത് ലക്ഷ്യം കൈവരിക്കുന്നു? അതായത് നമ്മൾ ഡെമോക്രാറ്റിക് സോഷ്യലിസം എന്ന ലക്ഷ്യം കൈവരിക്കുന്നു. അപ്പോൾ നമ്മുടെ രാജ്യം എന്താണ്? സോഷ്യലിസ്റ്റ് രാഷ്ട്രമാണ്. നമ്മുടെ രാജ്യം എന്താണ്? സെക്കുലർ രാഷ്ട്രമാണ്. അടുത്ത് നമ്മൾ പറയാൻ പോകുന്ന പോയിന്റാണ് സെക്കുലർ. ആദ്യം പറഞ്ഞ എന്താണ്? സോവറിൻ നാഷനാണ്. സോവറിൻ, സെക്കുലർ, ഇത് രണ്ടും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഡെമോക്രാറ്റിക് സോഷ്യലിസം എന്ന് പറയുമ്പോൾ അത് 1-2 പ്രധാന പോയിന്റ്, കാരണം ഇത് സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിലുള്ള ചോദ്യം ഉള്ളതുകൊണ്ട് എല്ലാം ഒന്ന് വിശദീകരിച്ച് പോകണം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പം അപകടം സംഭവിക്കാം. കാരണം ഈ പല ചോദ്യങ്ങൾ പല ഭാഗത്ത് നിന്ന് വരും. ഇവിടെ നിങ്ങൾ നോക്കൂ, ലിബറലൈസേഷൻ, ഗ്ലോബലൈസേഷൻ ആൻഡ് പ്രൈവറ്റൈസേഷൻ നോക്കൂ. Liberalization, globalization and privatization under the new economic policy of 1991 diluted India's socialist idea. നമ്മൾ പറഞ്ഞിരുന്ന നമ്മുടെ സോഷ്യലിസ്റ്റ് കാഴ്ചപ്പാടിൽ വളരെ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് 1991 ന്യൂ ഇക്കണോമിക് പോളിസി അവതരിപ്പിച്ചു. ഇത് പരീക്ഷയ്ക്ക് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. ന്യൂ ഇക്കണോമിക് പോളിസി, പുതിയ സാമ്പത്തിക നയം. ഇന്ത്യയിൽ പുതിയ സാമ്പത്തിക നയം നിലവിൽ വന്നത് എന്ന് 1991. ന്യൂ ഇക്കണോമിക് പോളിസി എന്താണ്? ന്യൂ ഇക്കണോമിക്സ് പോളിസിയുടെ പ്രത്യേകത ലിബറലൈസേഷൻ, ഗ്ലോബലൈസേഷൻ ആൻഡ് പ്രൈവറ്റൈസേഷൻ. എന്താണ് ലിബറലൈസേഷൻ? ഉദാരവൽക്കരണം. ഗ്ലോബലൈസേഷൻ ആഗോളവൽക്കരണം. പ്രൈവറ്റൈസേഷൻ എന്താണ്? സ്വകാര്യവൽക്കരണം. അപ്പോൾ ഉദാരവൽക്കരണവും ആഗോളവൽക്കരണവും സ്വകാര്യവൽക്കരണവും ഒക്കെ നടപ്പാക്കിക്കൊണ്ട് ഇന്ത്യയിൽ ഒരു പുതിയ സാമ്പത്തിക നയം നിലവിൽ വന്നത് എന്ന് ചോദിച്ചാൽ 1991. ഈ സാമ്പത്തിക നയം ഇന്ത്യ നടപ്പാക്കിയതോടുകൂടി സാമ്പത്തിക രംഗത്ത്, ഇന്ത്യയുടെ വ്യാപാര രംഗത്ത് വലിയ ഒരു മാറ്റമാണ് സംഭവിച്ചത്. ലിബറലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഉദാരവൽക്കരണം. വ്യാപാരങ്ങൾ തുടങ്ങാൻ സംരംഭകരെയൊക്കെ ആകർഷിച്ചുകൊണ്ട് വലിയ വലിയ മാറ്റങ്ങൾ വന്നു. ഗ്ലോബലൈസേഷൻ, അതിരുകളില്ലാത്ത ലോകത്തിലേക്ക് നമ്മൾ മാറി. ആഗോളവൽക്കരണം, ഏത് രാജ്യത്തിൻ്റെ ഏത് കോണിൽ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളും അടുത്ത നിമിഷം നമ്മുടെ രാജ്യത്ത് എത്തിച്ചേരും. നമ്മുടെ രാജ്യത്തിൻ്റെ ഉൽപ്പന്നങ്ങൾ മറ്റേത് രാജ്യത്തിൻ്റെ ഏത് കോണിലും എത്തിച്ചേരും. അങ്ങനെ അതിരുകളില്ലാത്ത ഒരു ലോകം, അതായിരുന്നു നമ്മൾ ഈ നയത്തിലൂടെ കൊണ്ടുവന്നത്. ഗ്ലോബലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, പുതിയ പുതിയ സ്വകാര്യ വ്യക്തികളെ, പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ എല്ലാ സൗകര്യങ്ങളും ചെയ്തുകൊണ്ട് നമ്മുടെ സാമ്പത്തിക നയത്തിൽ വലിയൊരു അഴിച്ചുപണിയാണ് 1991 ന്യൂ ഇക്കണോമിക് പോളിസി. പരീക്ഷയ്ക്ക് ചോദിക്കാം. അത് ഇന്ത്യയുടെ, അപ്പം വേണമെങ്കിൽ ചോദിക്കാം, ഇന്ത്യയുടെ നിലവിലുണ്ടായിരുന്ന സാമ്പത്തിക നയങ്ങളിൽ മാറ്റം വരുത്തിക്കൊണ്ട് സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം, ഉദാരവൽക്കരണം എന്നിവ ഉൾപ്പെടുത്തി ഒരു പുതിയ സാമ്പത്തിക നയം ഇന്ത്യയിൽ നിലവിൽ വന്നത് ഏത് വർഷം? 1991. മറക്കരുത്. ഇതൊക്കെയാണ് നമ്മുടെ
സോഷ്യലിസ്റ്റ് എന്ന വാക്ക് പഠിക്കുമ്പോൾ ഇതെല്ലാം ഓർക്കണം. ഇനി നോക്കൂ, നാഷണലൈസ് ഓൺലി കീ സെക്ടേഴ്സ് ഓഫ് ഇക്കോണമി ആൻഡ് ഇമ്പോസസ് സം റെസ്ട്രിക്ഷൻ ഓൺ യൂസ് ഓഫ് പ്രൈവറ്റ് പ്രോപ്പർട്ടി. നോക്കൂ, നമ്മൾ പറഞ്ഞല്ലോ ഇപ്പോൾ പബ്ലിക് സെക്ടറും ഉണ്ട്, പ്രൈവറ്റ് സെക്ടറും ഉണ്ട്. പക്ഷേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില കീ സെക്ടേഴ്സ്, ചില പ്രധാന മേഖലകൾ നാഷണലൈസ് ചെയ്തു, അത് സർക്കാരിൻ്റെ കീഴിൽ കൊണ്ടുവന്നു. ബാക്കി മറ്റ് പല മേഖലകളും സ്വകാര്യ വ്യക്തികൾ കൂടി നൽകി. അങ്ങനെ ഒരു സാമ്പത്തിക നയം നമ്മൾ കൊണ്ടുവന്നു. സോഷ്യലിസ്റ്റ് ചിന്താഗതിയോടുകൂടി തന്നെയാണ് അത്തരം പ്രവൃത്തികളെല്ലാം കൊണ്ടുവന്നത്. അപ്പം സോവറിനായി, സോഷ്യലിസ്റ്റായി. സെക്കുലർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം മതേതരത്വം. നമ്മുടെ രാജ്യം ഒരു മതേതര രാഷ്ട്രമാണ്. ഇന്ത്യ ഹാസ് നോ റിലീജിയൻ ഓഫ് ഇറ്റ്സ് ഓൺ. നമുക്ക് ഒരു ഔദ്യോഗിക മതമില്ല. ഇന്ത്യ ഒരു സെക്കുലറാണ്, മതനിരപേക്ഷ രാഷ്ട്രം അല്ലെങ്കിൽ മതേതര രാഷ്ട്രം എന്നൊക്കെ പറയും. ഇവിടെ പല ആൾക്കാരും ഈ മതേതരത്വത്തിന് അവരുടേതായ വ്യാഖ്യാനങ്ങളാണ് നൽകുന്നത്. ചിലർ പറയും മതേതരത്വം എന്ന് പറഞ്ഞാൽ മതമില്ല എന്ന്. ചിലർ പറയുന്നു മതേതരത്വം എന്ന് പറഞ്ഞാൽ ഒരു മതത്തിനെയും നമ്മൾ അംഗീകരിക്കുന്നില്ല എന്ന്. അതൊന്നുമല്ല മതേതരത്വം എന്ന് പറയുന്നത്. മതേതരത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യക്ക് സ്വന്തമായൊരു മതമില്ല, എന്നാൽ ഇന്ത്യ റെസ്പെക്റ്റ് ഓൾ റിലീജിയൻസ്. എല്ലാ മതത്തെയും നമ്മൾ ഉൾക്കൊള്ളുന്നു, എല്ലാ മതത്തെയും നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുന്നു. ഇന്ത്യ ഈസ് എ റിപ്പബ്ലിക് ദാറ്റ് റെസ്പെക്ട്സ് ഓൾ റിലീജിയൻ ഈക്വലി. ഒരു മതത്തിനോടും പ്രത്യേകിച്ച് മമതയുമില്ല, ഒരു മതത്തോടും പ്രത്യേകിച്ച് വെറുപ്പുമില്ല. അതാണ് ഇന്ത്യയുടെ സമീപനം. അതുകൊണ്ട് നമ്മൾ എന്താ വിളിക്കുന്നത്? ഇന്ത്യ ഒരു മതേതര രാഷ്ട്രമാണ്. നമുക്ക് അഭിമാനിക്കാം ഇങ്ങനെയൊക്കെ ഒരു രാജ്യത്ത് നമ്മൾ ജനിച്ചതും ജീവിച്ചിരിക്കുന്നതും കൊണ്ട്. കാരണം ലോകത്ത് പല രാഷ്ട്രങ്ങളും മതരാഷ്ട്രങ്ങളായി നിൽക്കുമ്പോൾ ഇന്ത്യയുടെ സങ്കല്പം നോക്കൂ, മതേതരം. നമ്മളിവിടെ ഏതൊക്കെ ജാതിക്കാർ, ഏതൊക്കെ മതക്കാർ, ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം, സിഖുകാർ, പാഴ്സികൾ, ബുദ്ധമതക്കാർ, ജൈനമതക്കാർ എല്ലാം കൂടി മിക്സ് ചെയ്തുകൊണ്ടുള്ള, അതായത് വൈവിധ്യം നിറഞ്ഞ, നാനാത്വത്തിൽ ഏകത്വം എന്നൊക്കെ നമ്മൾ അഭിമാനത്തോടെ പറയുന്ന ഒരു കാര്യമാണ് ഇന്ത്യയിൽ നിലവിലുള്ളത്. അപ്പോൾ ഇന്ത്യ ഒരു സെക്കുലർ സ്റ്റേറ്റാണ്, ഒരു മതരാഷ്ട്രമല്ല, മതേതര രാഷ്ട്രമാണ്. ഇന്ത്യ മതേതര രാഷ്ട്രം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്ത്യ ഈസ് റിപ്പബ്ലിക് ദാറ്റ് റെസ്പെക്ട്സ് ഓൾ റിലീജിയൻ ഈക്വലി, എല്ലാവരെയും. പക്ഷേ വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഓൾ ഇൻഡിവിജ്വൽസ് ഹാവ് ഈക്വൽ റൈറ്റ് ടു മാനിഫെസ്റ്റ്, പ്രാക്ടീസ് ആൻഡ് പ്രൊപ്പഗേറ്റ് ദെയർ റിലീജിയൻ. എ സിറ്റിസൺ ക്യാൻ ചൂസ് എനി റിലീജിയൻ ഓഫ് ഹിസ് ഓൺ ചോയ്സ്. സ്വന്തം ഇഷ്ടപ്രകാരം ഏത് മതം സ്വീകരിക്കാം, അത് പ്രചരിപ്പിക്കാം, അതിനുവേണ്ടി നിലകൊള്ളാം, എന്താണ് അതിൻ്റെ ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കാം. ഏത് മതത്തിലും വിശ്വസിക്കുവാൻ ഇന്ത്യൻ പൗരന് അവകാശമുണ്ട്. അവിടെയും സ്റ്റേറ്റ് ഇടപെടുന്നില്ല, രാഷ്ട്രം ഇടപെടുന്നില്ല, അയാളുടെ ഇഷ്ടമാണ്. ഇതിനെയൊക്കെയാണ് നമ്മൾ മതേതര രാഷ്ട്രമെന്ന് പറയുന്നത്, അല്ല മതനിഷേധമല്ല. അപ്പോൾ സോവറിനായി, സോഷ്യലിസ്റ്റായി, സെക്കുലറായി. അടുത്ത് നോക്കൂ, ഡെമോക്രാറ്റിക്, ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ. എന്താണ് ഡെമോക്രാറ്റിക്? മീൻസ് ദാറ്റ് ദി ഗവൺമെൻറ് ഈസ് റൺ ബൈ ദി പീപ്പിൾ. ഗവൺമെൻറ് ഈസ് റൺ ബൈ ദി പീപ്പിൾ. ജനങ്ങൾ നയിക്കുന്ന ഗവൺമെൻറ്റാണ് ഇന്ത്യയിലുള്ളത്. ജനങ്ങൾ തിരഞ്ഞെടുത്ത് ജനങ്ങളാൽ ഭരിക്കപ്പെടുന്ന ജനങ്ങളുടെ ഗവൺമെൻറ്, അതാണ് ഡെമോക്രാറ്റിക് ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ. മനസ്സിലാണല്ലോ? അപ്പോൾ ഇന്ത്യയിലെ പ്രത്യേകത എന്താണ്? ഡെമോക്രാറ്റി എന്ന് പറഞ്ഞാൽ വാക്കിൻ്റെ അർത്ഥം എന്താണ്? ഡെമോക്രാറ്റ് മീൻസ് ദാറ്റ് ദി ഗവൺമെൻറ് ഈസ് റൺ ബൈ ദി പീപ്പിൾ, ഫോർ ദി പീപ്പിൾ ആൻഡ് ഇൻ ദെയർ ബെസ്റ്റ് ഇൻട്രസ്റ്റ്. ജനങ്ങൾ അവർക്ക് വേണ്ടി അവരുടെ താല്പര്യത്തിന് പ്രവർത്തിക്കുന്ന ഒരു ഗവൺമെൻറ്റിനെ തിരഞ്ഞെടുക്കുന്ന സമ്പ്രദായമാണ് ഇന്ത്യയിലുള്ളത്. അപ്പോൾ ഇന്ത്യ ഒരു ഡെമോക്രാറ്റിക് രാജ്യമാണ്. അത്രയേ ഉള്ളൂ, വേറെ ഒന്നും അതിനകത്ത് പറയേണ്ടതില്ല. അടുത്ത നോക്കണോ, റിപ്പബ്ലിക്. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതാണ്. ദി വേർഡ് റിപ്പബ്ലിക് മീൻസ് ദാറ്റ് ദെയർ ഷാൽ ബി ആൻ ഇലക്റ്റഡ് റെപ്രസെൻറ്റേറ്റീവ് അറ്റ് ദി ടോപ്പ് ഓഫ് ദി നാഷൻ. രാജ്യത്തിൻ്റെ പരമോന്നതമായ സ്ഥാനത്ത് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു പ്രതിനിധിയുള്ള രാഷ്ട്രത്തെയാണ് നമ്മൾ റിപ്പബ്ലിക് എന്ന് വിളിക്കുന്നത്. ഇന്ത്യ ഈസ് റിപ്പബ്ലിക് ബിക്കോസ് ദി പ്രസിഡന്റ് ഈസ് അവർ കോൺസ്റ്റിറ്റ്യൂഷണൽ ഹെഡ്. നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനാ തലവനായി രാജ്യത്തിൻ്റെ ഏറ്റവും പരമോന്നതമായ സ്ഥാനത്ത് പ്രസിഡന്റ്, രാഷ്ട്രപതി ഉള്ളതുകൊണ്ട് നമ്മുടെ രാജ്യം ഒരു റിപ്പബ്ലിക്കാണ്. 1950 ജാനുവരി 26 മുതൽ നമ്മൾ റിപ്പബ്ലിക് രാജ്യമാണ്, റിപ്പബ്ലിക് ഇന്ത്യയാണ്. ദി വേർഡ് റിപ്പബ്ലിക് റിഫേഴ്സ് ടു ദി സ്റ്റേറ്റ് വെയർ ദി ഹെഡ് ഓഫ് സ്റ്റേറ്റ് ഈസ് ഇലക്റ്റഡ് ബൈ ദി പീപ്പിൾ.
ഇത് പഠിക്കണം. ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഒരു പ്രതിനിധി പരമോന്നതമായ സ്ഥാനത്തുള്ള ഒരു രാജ്യത്തിൻ്റെ പേരാണ് റിപ്പബ്ലിക്. റിപ്പബ്ലിക് എന്ന വാക്ക് എൻ്റെ അർത്ഥം എന്തെന്ന് പല തവണ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. എന്താണ് റിപ്പബ്ലിക് എന്നത്? നിങ്ങൾ ഓർക്കണം, ദർ ഷാൽ ബി ആൻ ഇലക്റ്റഡ് റെപ്രസെൻറ്റേറ്റീവ് അറ്റ് ദി ടോപ്പ് ഓഫ് ദി നാഷൻ. അല്ലാതെ രാജഭരണമല്ല, അതല്ല റിപ്പബ്ലിക് എന്ന് പറയുന്നത്. പണ്ടൊക്കെ രാജഭരണമായിരുന്നല്ലോ, അതല്ല. അപ്പോൾ അതൊക്കെ ചോദ്യങ്ങളിൽ വരുന്നുണ്ട്. പല പ്രീവിയസ് ചോദ്യങ്ങളിലൊക്കെ തിരിച്ചു മറിച്ചുമൊക്കെ ചോദിക്കുന്നുണ്ട് റിപ്പബ്ലിക് എന്ന വാക്കിൻ്റെ അർത്ഥം. നിങ്ങൾ സിമ്പിളായിട്ട് മനസ്സിലാക്കി വെച്ചോളൂ. രാജ്യത്തിൻ്റെ പരമോന്നതമായ സ്ഥാനത്ത് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു പ്രതിനിധിയുള്ള രാഷ്ട്രമാണ് റിപ്പബ്ലിക് എന്ന് അറിയപ്പെടുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ 5 വാക്കുകൾ പഠിച്ചു. ദി കീ വേർഡ്സ് ഇൻ ദി പ്രിയാമ്പിളിലുള്ള 5 കീ വേർഡ്സ് നമ്മൾ പഠിച്ചു. ഏതൊക്കെയാണ്? സോവറിൻ, സോഷ്യലിസ്റ്റ്, സെക്കുലാർ, ഡെമോക്രാറ്റിക്, റിപ്പബ്ലിക്. നിങ്ങൾ ഈ ഓർഡറിൽ തന്നെ പഠിക്കണേ. 5 വാക്കുകൾ എങ്ങനെയെങ്കിലും പറഞ്ഞാൽ പോരാ. കാരണം പരീക്ഷയ്ക്ക് ചെല്ലുമ്പോൾ ചോദിക്കും പ്രിയാമ്പിൾ പ്രകാരം ഇന്ത്യ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഈ ഓർഡർ തന്നെ പറയണം. സോവറിൻ, സോഷ്യലിസ്റ്റ്, സെക്കുലർ, ഡെമോക്രാറ്റിക്, റിപ്പബ്ലിക്. പരമാധികാര, സ്ഥിതി സമത്വ, മതേതര ജനാധിപത്യ റിപ്പബ്ലിക് എന്ന് തന്നെ പറയണം. ഇനി നോക്കൂ, 5 കീ വേർഡ്സ് നമുക്ക് അങ്ങോട്ട് മാറ്റിവെക്കാം. ഇനി 4 കീ വേർഡ്സ് വീണ്ടും വരുന്നു 4 പ്രധാനപ്പെട്ട വാക്കുകൾ. അപ്പം അതും കൂടെ പഠിച്ചിട്ട് ഞാനൊരു ചോദ്യം ചോദിക്കും, വാട്ട് ആർ ദി കീ വേർഡ്സ് സ്റ്റേറ്റഡ് ഇൻ പ്രിയാമ്പിൾ എന്ന് ചോദിച്ചാൽ നേരത്തെ പറഞ്ഞ 5 വാക്കും ഇനി പറയാൻ പോകുന്ന 4 വാക്കും ചേർത്ത് 9 വാക്കുകൾ പറയണം. പക്ഷേ ഇതൊരു ചോദ്യമായിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. ഒബ്ജക്റ്റീവ്സ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ അക്കോർഡിംഗ് ടു ദി പ്രിയാമ്പിൾ പഠിച്ച് തുടങ്ങിയപ്പോൾ നമ്മൾ ആദ്യത്തെ സെൻറ്റൻസ് തന്നെ പറഞ്ഞ എന്താണ്? പ്രിയാമ്പിൾ ഡിക്ലേഴ്സ് ഒബ്ജക്ട്സ് ആൻഡ് എയിംസ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ ഭരണഘടനയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ വിളംബരം ചെയ്യുന്ന ഭാഗമാണ് ആമുഖം എന്നല്ലേ നമ്മൾ പഠിച്ചത്? ഇന്ത്യൻ ഭരണഘടനയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ വിളംബരം ചെയ്യുന്ന ഭാഗമാണ് ആമുഖം. അപ്പം ചോദിക്കും ദി ഒബ്ജക്റ്റീവ്സ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ അക്കോർഡിംഗ് ടു ദി പ്രിയാമ്പിൾ പ്രകാരമുള്ള ഇന്ത്യയുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? എന്തൊക്കെ ലക്ഷ്യങ്ങളാണ് ഇന്ത്യക്കുള്ളതെന്ന് പ്രിയാമ്പിളിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അവിടെയും നിങ്ങൾ പഠിക്കണം 4 വാക്കുകൾ. അതിലാദ്യത്തെ വാക്ക് ജസ്റ്റിസ്. ഓരോന്ന് പഠിച്ചു പോകാം നമുക്ക്. ജസ്റ്റിസ്, നീതി. ജസ്റ്റിസ് എന്ന് പറഞ്ഞാൽ നീതി. കോമൺ സെൻസ് ഉപയോഗിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ, നീതി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പലപ്പോഴും പറയാറുണ്ടല്ലോ, എനിക്ക് നീതി കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടിയില്ല എന്നർത്ഥം? നിങ്ങൾ അങ്ങനെ ചിന്തിച്ചു, കോമൺ സെൻസ് ഉപയോഗിച്ച് ചിന്തിച്ചു നോക്കൂ. ഒരാൾ പറയണം നീതി കിട്ടിയില്ല. ഇപ്പം നമ്മളെല്ലാം ഒരുമിച്ച് വർക്ക് ചെയ്യുന്നവരാകാം. അങ്ങനെ നിങ്ങൾ വിചാരിച്ചോളൂ, നമ്മളെല്ലാം ഒരുമിച്ച് ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. ഞാൻ മാറി നിന്നുകൊണ്ട് പറയാണ് എനിക്ക് മാത്രം നീതി കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം നിങ്ങൾക്ക് കിട്ടുന്ന സ്വാതന്ത്ര്യം, നിങ്ങൾക്ക് കിട്ടുന്ന അവകാശങ്ങൾ, നിങ്ങൾക്ക് കിട്ടുന്ന അവസരങ്ങൾ ഇതൊന്നും എനിക്ക് കിട്ടിയില്ല എങ്കിൽ ഞാൻ പറയും എനിക്ക് നീതി കിട്ടിയില്ല എന്ന് പറയും. അപ്പോൾ എന്താണ് നീതി എന്ന് പറഞ്ഞാൽ? ഈക്വൽ റൈറ്റ്സ്, ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ഫ്രീഡം. തുല്യ അവകാശങ്ങൾ, തുല്യ അവസരങ്ങൾ, തുല്യ സ്വാതന്ത്ര്യം. ഇത് ലഭിക്കുമ്പോഴാണ് നീതി ലഭിച്ചതെന്ന് പറയുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ നീതി. നിങ്ങൾ ഓർക്കേണ്ടതാണ് ഈക്വൽ റൈറ്റ്സ്, ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ഈക്വൽ ഫ്രീഡം. ഇതെങ്ങനെയാണ് നേടുന്നത്? രാജ്യത്ത് നീതി നടപ്പാക്കുന്നത് ഏതിലൂടെ എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം റൂൾ ഓഫ് ലോ, നിയമവാഴ്ചയിലൂടെയാണ്. എല്ലാവർക്കും നീതി കൊടുക്കുന്നതിന് രാജ്യത്തൊരു നിയമവാഴ്ചയുണ്ട്. ഓൾ ആർ ഈക്വൽ ബിഫോർ ലോ എന്നൊക്കെ നമ്മൾ പറയുന്ന നിയമവാഴ്ച. എല്ലാവരും നിയമത്തിൻ്റെ മുമ്പിൽ തുല്യരാണ്. അപ്പോൾ ഒരാൾക്ക് മാത്രം എന്തെങ്കിലും നിഷേധിക്കുക എന്ന് പറയുന്നത് തെറ്റല്ലേ? അപ്പം നിയമവാഴ്ചയിലൂടെ നീതി നടപ്പാക്കപ്പെടും. ഈക്വൽ റൈറ്റ്സ്, ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ഫ്രീഡം, അതിൻ്റെ പേരാണ് നീതി എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? പക്ഷേ ഈ നീതി 3 തരത്തിലുണ്ട്. Justice can be classified into 3 categories: social justice, economic justice and political justice. Social justice, economic justice and political justice. സാമൂഹ്യ നീതി, സാമ്പത്തിക നീതി, രാഷ്ട്രീയ നീതി. അപ്പോൾ നീതിയെ 3ആയി തിരിക്കാൻ നമുക്ക്: സാമൂഹ്യ നീതി, സാമ്പത്തിക നീതി, രാഷ്ട്രീയ നീതി. എന്താണ് ഈ സാമൂഹ്യ നീതി എന്ന് പറഞ്ഞാൽ?
സാമൂഹ്യനീതി ഒരു കാര്യം, ആ സാമൂഹ്യനീതി പറയുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം പറയട്ടെ. ഈ നീതി എന്ന വാക്ക് അത് ഈ മൂന്നും ഉൾപ്പെടെ സാമൂഹ്യ, സാമ്പത്തിക, രാഷ്ട്രീയ നീതി ഇന്ത്യ ഏത് രാജ്യത്തു നിന്ന് കടം വാങ്ങിയെന്ന് ചോദിച്ചാൽ റഷ്യയിൽ നിന്നാണ്. റഷ്യൻ റവല്യൂഷൻ, റഷ്യൻ വിപ്ലവത്തിൽ നിന്നാണ് ഇന്ത്യ ജസ്റ്റിസ് എന്ന വാക്ക് കടമെടുത്തത്. ഇപ്പം ഇവിടെ വെച്ച് പഠിക്കണം. റഷ്യൻ റവല്യൂഷനിൽ നിന്നാണ്, റഷ്യൻ വിപ്ലവത്തിൽ നിന്നാണ് ഇന്ത്യ ജസ്റ്റിസ് എന്ന പദം കടമെടുത്തത്. അത് ഏത് ജസ്റ്റിസും ആയിക്കോട്ടെ, സോഷ്യൽ, ഇക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ എല്ലാം, ഈ നീതി മൊത്തം കടമെടുത്തത് എവിടെ നിന്നാണ്? റഷ്യയിൽ നിന്നാണ്. ഇനി നമുക്ക് നോക്കാം സോഷ്യൽ ജസ്റ്റിസ്. സോഷ്യൽ ജസ്റ്റിസ്, ഇക്കണോമിക് ജസ്റ്റിസ് ആൻഡ് പൊളിറ്റിക്കൽ ജസ്റ്റിസ് എന്നല്ലേ പറഞ്ഞത്. സോഷ്യൽ ജസ്റ്റിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സോഷ്യൽ ജസ്റ്റിസ് റിഫേഴ്സ് ടു ദി idea that all citizens should be treated equally without any discrimination based on caste, religion, gender, etc. പച്ച മലയാളത്തിൽ ഞാൻ പറയാം, സാമൂഹ്യ നീതി ലഭിക്കുന്ന എപ്പോഴാണ്? ജാതി, മത, വർഗ, വർണ്ണ, ലിംഗ, പ്രദേശ വ്യത്യാസമില്ലാതിരിക്കുമ്പോഴാണ് അവിടെ സാമൂഹ്യ നീതി എന്ന് പറയുന്നത്. ജാതിയുടെ പേരിൽ, മതത്തിൻ്റെ പേരിൽ, വർഗത്തിൻ്റെ പേരിൽ, നിറത്തിൻ്റെ പേരിൽ, സ്ത്രീ പുരുഷ വ്യത്യാസത്തിൻ്റെ പേരിൽ, ജനന സ്ഥലത്തിൻ്റെ പേരിൽ ഒക്കെ വിവേചനം കൊണ്ടുവരുമ്പോൾ നമ്മൾ പറയും അവിടെ സാമൂഹ്യ നീതിയില്ല, സമൂഹത്തിൽ എല്ലാവരെയും തുല്യരായി കാണുന്നില്ല. അപ്പം സാമൂഹ്യ നീതി എന്ന് പറയുന്ന, സോഷ്യൽ ജസ്റ്റിസ് എന്ന് പറയുന്നത് എന്ത് എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് ജാതി, മത, വർഗ, വർണ്ണ, ലിംഗ, പ്രദേശ വ്യത്യാസമില്ലായ്മ. അതാണ് നമ്മൾ പറയുന്നത് സാമൂഹ്യനീതി. അതാണ് ഇവിടെ നമ്മൾ പറഞ്ഞത്. സോഷ്യൽ ജസ്റ്റിസ് റിഫേഴ്സ് ടു ദി ഐഡിയ ദാറ്റ് ഓൾ സിറ്റിസൺസ് ഷുഡ് ബി ട്രീറ്റഡ് ഈക്വലി വിത്തൗട്ട് എനി ഡിസ്ക്രിമിനേഷൻ ബേസ്ഡ് ഓൺ കാസ്റ്റ്, റിലീജിയൻ, ജെൻഡർ, എക്സെട്ര. ഇതിൻ്റെ ഒന്നും അടിസ്ഥാനത്തിൽ ഒരു വിവേചനവും പാടില്ലാതിരിക്കുമ്പോഴാണ് അവിടെ സാമൂഹ്യ നീതി നടപ്പാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എന്താ ഇക്കണോമിക് ജസ്റ്റിസ്? മീൻസ് എൻഷുറിങ് ദാറ്റ് ദർ ഈസ് ഫെയർ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത് ആൻഡ് റിസോഴ്സസ്. വ്യക്തമായി നിങ്ങൾ പഠിക്കണം. സമ്പത്തും വരുമാനവും തുല്യമായി വിതരണം ചെയ്യപ്പെടണം. രാജ്യത്തിൻ്റെ സ്വത്ത് എല്ലാവരിലും വിതരണം ചെയ്യപ്പെടണം. അപ്പോഴാണ് ഇക്കണോമിക് ജസ്റ്റിസ് വരുന്നത്. സാമ്പത്തിക നീതി എന്ന് പറയുന്നത്. അവിടെ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ പോലും പാടില്ല. സ്ത്രീക്കും പുരുഷനും സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങൾക്കും സാമ്പത്തികം ആയിട്ടുള്ള ഒരു നീതി ലഭിക്കണം എന്ന് പറഞ്ഞാൽ രാഷ്ട്രസമ്പത്ത് തുല്യമായി വിതരണം ചെയ്യപ്പെടണം. ഫെയർ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത് ആൻഡ് റിസോഴ്സസ്, വരുമാനവും സമ്പത്തും തുല്യ രീതിയിൽ വിതരണം ചെയ്യപ്പെടണം. സമൂഹത്തിൽ നീതിയുക്തമായ രീതിയിൽ വിതരണം ചെയ്യപ്പെടണം. നിർഭാഗ്യവശാൽ നമ്മുടെ രാജ്യത്ത് ഇപ്പോഴും നമുക്കറിയാം, നമ്മുടെ രാജ്യത്തിൻ്റെ സമ്പത്ത് ചുരുക്കം ചില വ്യക്തികളുടെ കൈകളിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നു. ഇക്കണോമിക് ജസ്റ്റിസിന് വിരുദ്ധമാണ്, അല്ലേ? അദാനി, അംബാനി തുടങ്ങിയ വലിയ കോർപ്പറേറ്റുകളുടെ കൈകളിലാണ് നമ്മുടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക സോഴ്സ് വളരെയധികം കുമിഞ്ഞുകൂടിയിരിക്കുന്നത്. ഇത് ഇക്കണോമിക് ഇൻജസ്റ്റിസ് ആണ്. ഗവൺമെൻറ് നിർബന്ധമായും നമ്മുടെ രാജ്യത്തിൻ്റെ സമ്പത്ത് എല്ലാ പൗരന്മാരിലും എത്തിച്ചേരാനുള്ള നടപടി സ്വീകരിക്കണം. അപ്പോഴേ നമുക്ക് ഇക്കണോമിക് ജസ്റ്റിസ് ഉണ്ടാവുള്ളൂ. ആമുഖത്തിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഇക്കണോമിക് ജസ്റ്റിസ് ആവശ്യമാണ് എന്ന്. ക്ലിയർ അല്ലേ അത്? everyone should get opportunities to earn livelihood and meet their basic needs. എല്ലാവർക്കും, നമ്മുടെ രാജ്യത്ത് ജീവിക്കുന്ന എല്ലാ ആൾക്കാർക്കും അവസരങ്ങൾ ലഭ്യമാകാനും അതിലൂടെ ജീവിതോപാധികൾ നേടാനും അവരുടെ അടിസ്ഥാന ആവശ്യങ്ങൾ പരിഹരിക്കാനും ഒക്കെയുള്ള അവകാശമുണ്ട്. അതൊക്കെ പരിഹരിക്കുമ്പോഴാണ് ഇക്കണോമിക് ജസ്റ്റിസ് രാജ്യത്തുണ്ടെന്ന് നമുക്ക് പറയാൻ കഴിയുന്നത്. മൂന്നാമത്തെ നമുക്ക് നോക്കാം പൊളിറ്റിക്കൽ ജസ്റ്റിസ്. അതെന്താണ്? രാഷ്ട്രീയ നീതി. ദിസ് ഇൻക്ലൂഡ്സ് ദി റൈറ്റ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ പൊളിറ്റിക്കൽ പ്രോസസ് ആൻഡ് സച്ച് ആസ് വോട്ടിംഗ്, ഹോൾഡിംഗ് ഓഫീസ് ആൻഡ് ഹാവിംഗ് എ വോയിസ് ഇൻ ഡിസിഷൻ മേക്കിംഗ്. രാഷ്ട്രീയ പ്രക്രിയയിൽ പങ്കാളിയാകാനുള്ള അവസരം എന്ന് പറഞ്ഞാൽ, ഇപ്പം ഞാനൊരു പൗരൻ എന്നുള്ള നിലയിൽ എനിക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശം, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള അവകാശം, രാജ്യത്തെ പൊളിറ്റിക്കലായിട്ടുള്ള പദവികൾ വഹിക്കാനുള്ള അവകാശം, ഇതൊക്കെ എനിക്ക് ലഭ്യമാകുമ്പോഴാണ് എനിക്ക് പൊളിറ്റിക്കൽ ജസ്റ്റിസ് ലഭിച്ചു എന്ന് പറയുന്നത്. എന്നെ അവിടെ നിന്നെല്ലാം മാറ്റി നിർത്തുകയാണെങ്കിൽ അത് എന്നോട് കാണിക്കുന്ന പൊളിറ്റിക്കൽ ഇൻജസ്റ്റിസ് ആണെന്ന് പറയേണ്ടി വരും. അപ്പോൾ രാഷ്ട്ര പുനർനിർമ്മാണ പ്രക്രിയയിൽ പങ്കാളിയാകാൻ,
രാഷ്ട്രീയ പ്രക്രിയയിൽ പങ്കാളിയാകാൻ ഓരോ പൗരനുമുള്ള അവകാശത്തെയാണ് അവൻ്റെ പൊളിറ്റിക്കൽ ജസ്റ്റിസ് എന്ന് പറയുന്നത്. ഇത്രയും ഭംഗിയായി നിങ്ങൾ പഠിച്ചു വയ്ക്കണം. അപ്പം ഇന്ത്യൻ ഭരണഘടനയിലെ ആമുഖത്തിൽ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഭരണഘടനയുടെ ലക്ഷ്യമെന്ന് പറയുന്ന ഒന്ന് നീതിയാണ്. നീതി എന്ന ആശയം ഇന്ത്യ കടം കൊണ്ടത് റഷ്യൻ റവല്യൂഷനിൽ നിന്നാണ്, റഷ്യൻ വിപ്ലവത്തിൽ നിന്നാണ്. 3 തരം നീതിയുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. സാമൂഹ്യ നീതി, സാമ്പത്തിക നീതി, രാഷ്ട്രീയ നീതി. അതെന്താണെന്ന് നമ്മൾ വ്യക്തമാക്കി. ഇത്രയൊന്ന് പഠിച്ചു വെച്ചോളൂ കേട്ടോ. അടുത്ത നോക്കൂ, ഒരു കാര്യം കൂടെ അവിടെ പറയാനുണ്ട്. സോഷ്യൽ, ഇക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ജസ്റ്റിസ് ഈസ് എൻഷോർഡ് ഇൻ ഇന്ത്യ ത്രൂ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആൻഡ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്. കണ്ടോ, ഈ പാഠഭാഗം തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ ഒരു പ്രീവിയസ് ചോദ്യം നിങ്ങളെ പരിചയപ്പെടുത്തി. അവിടെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു, ഈ ജസ്റ്റിസ് എന്ന് പറയുന്നത് ഏതിലൂടെയാണ് ഉറപ്പുവരുത്തുന്നത്? അതിൻ്റെ ഉത്തരം എന്താ കിടപ്പുണ്ട്? സോഷ്യൽ, ഇക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ജസ്റ്റിസ് എൻഷുവേർഡ് ഇൻ ഇന്ത്യ ത്രൂ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആൻഡ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. അപ്പോൾ ഫണ്ടമെൻ്റൽ റൈറ്റ്സിലൂടെയും ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ, DPSP എന്ന് പറയും, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസീസിലും കൂടെയാണ് ശരിക്കു പറഞ്ഞാൽ ഈ നീതി എന്ന് പറയുന്നതിനെക്കുറിച്ച് വിവരിച്ചിരിക്കുന്നത്. അതിലൂടെയാണ് നീതി ഉറപ്പുവരുത്തുന്നത്. ശ്രദ്ധിക്കണം, ഇത് അപകടമാണ്. ഇത് വ്യക്തമായി പഠിച്ചില്ല എങ്കിൽ തെറ്റും. പ്രിയാമ്പിളിലൂടെ നമ്മൾ എന്താ പറയുന്നത്? പ്രിയാമ്പിളിൽ ജസ്റ്റിസ് എന്ന് നമ്മൾ പറയുന്നുവെങ്കിലും ആ ജസ്റ്റിസ് നമ്മൾ പ്രിയാമ്പിളിലാണ് ജസ്റ്റിസ് എന്ന് പറയുന്നതിനെക്കുറിച്ച് പറയുന്നത്. പക്ഷേ ഫണ്ടമെൻ്റൽ റൈറ്റ്സിലൂടെ നമുക്ക് നമ്മുടെ മൗലിക അവകാശങ്ങൾ വഴി നമുക്ക് നീതി നേടാനുള്ള അവകാശമുണ്ട്. മൗലിക അവകാശങ്ങളിലെ റൈറ്റ് ടു ഇക്വാലിറ്റി തുടങ്ങുന്നത് തന്നെ ഓൾ ആർ ഈക്വൽ ബിഫോർ ലോ എന്ന് പറയുന്ന 14-ാം ആർട്ടിക്കിൾ പ്രകാരമല്ലേ. ഇനി ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിലും സാമൂഹ്യ നീതിയെക്കുറിച്ചും ഇക്കണോമിക് നീതിയെക്കുറിച്ചും പൊളിറ്റിക്കൽ നീതിയെക്കുറിച്ചും ഒക്കെ വളരെ വളരെ വ്യക്തമായി പ്രതിപാദിക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചുകൊള്ളുക. ക്ലിയർ ആയില്ലേ? ഇനി നോക്കൂ, അടുത്തത് ലിബർട്ടി. എന്താണ് ലിബർട്ടി എന്ന് പറഞ്ഞാൽ? സ്വാതന്ത്ര്യം. അപ്പോൾ ആദ്യം നീതി, ഇപ്പം സ്വാതന്ത്ര്യം. ലിബർട്ടി എന്താണ്? സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ ഫ്രീഡം ഓഫ് തോട്ട്, എക്സ്പ്രഷൻ, ബിലീവ്, ഫെയ്ത്ത് ആൻഡ് വർഷിപ്പ് ഫോർ ഓൾ സിറ്റിസൺ. ചിന്തിക്കാൻ, പ്രവർത്തിക്കാൻ, ആവിഷ്കരിക്കാൻ, വിശ്വസിക്കാൻ, പ്രാർത്ഥിക്കാൻ, അല്ലേ, ആരാധനയ്ക്കുള്ള എല്ലാ സ്വാതന്ത്ര്യങ്ങളും ഉണ്ട് നമുക്ക്. സ്വാതന്ത്ര്യം നമുക്ക് വിശ്വസിക്കാനും പ്രവർത്തിക്കാനും ആവിഷ്കരിക്കുവാനും ആരാധന നടത്തുവാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യം ഭരണഘടനയിൽ പറഞ്ഞിട്ടുണ്ട് എല്ലാ പൗരന്മാർക്കും. ലിബർട്ടി. അടുത്ത് നോക്കൂ, ഇക്വാലിറ്റി, ഈക്വൽ സ്റ്റാറ്റസ് ആൻഡ് ഓപ്പർച്യൂണിറ്റി ഫോർ ഓൾ സിറ്റിസൺ. അതല്ലേ ഇക്വാലിറ്റി എന്ന് പറഞ്ഞാൽ? ഈക്വൽ സ്റ്റാറ്റസ് ആൻഡ് ഓപ്പർച്യൂണിറ്റി, എല്ലാ പൗരന്മാർക്കും തുല്യമായിട്ടുള്ള പദവിയും അവസരങ്ങളും ലഭ്യമാകുമ്പോഴാണ് ഇക്വാലിറ്റി ഉണ്ടാകുന്നത്. അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഫ്രട്ടേണിറ്റി. പ്രൊമോട്ടിങ്, സാഹോദര്യം. ഫ്രട്ടേണിറ്റി എന്ന് പറഞ്ഞാൽ പ്രൊമോട്ടിംഗ് ദി ഡിഗ്നിറ്റി ഓഫ് ഇൻഡിവിജ്വൽസ് ആൻഡ് യൂണിറ്റി ഓഫ് നാഷൻ. ഫ്രട്ടേണിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? സാഹോദര്യം എന്ന് പറഞ്ഞാൽ ഒരുമ എന്ന സന്ദേശമാണ്. ഒരുമയാണ്, ഒത്തൊരുമ. അതായത് നമ്മുടെ അടുത്തുള്ള ആളും നമുക്ക് വേണ്ടപ്പെട്ടവരായി മാറുന്നു, നമ്മുടെ സഹോദരന്മാരാണ്. അങ്ങനെ പരസ്പരം സാഹോദര്യം എന്ന് പറയുന്ന വികാരം ഉണ്ടാകുമ്പോഴാണ് ഒരു വ്യക്തിയുടെ അന്തസ്സ്, ഡിഗ്നിറ്റി ഉയരുന്നത്. അത് രാഷ്ട്രത്തിൻ്റെ യൂണിറ്റിയിലേക്ക് അത് മാറുന്നു. അപ്പം വ്യക്തിയുടെ അന്തസ്സും രാഷ്ട്രത്തിൻ്റെ അഖണ്ഡതയും ഉറപ്പാക്കുന്നത് ഫ്രട്ടേണിറ്റിയിലൂടെയാണ്. അപ്പം നോക്കൂ, നിങ്ങൾ വ്യക്തമായി പഠിക്കണം. 4 പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളാണ് ആമുഖത്തിൽ പറഞ്ഞിരിക്കുന്നത്: ജസ്റ്റിസ്, ലിബർട്ടി, ഇക്വാലിറ്റി ആൻഡ് ഫ്രട്ടേണിറ്റി. ഫ്രട്ടേണിറ്റി എന്നൊക്കെ വാക്ക് വളരെ താല്പര്യപൂർവ്വം മുന്നോട്ട് വെച്ചത് ഡോക്ടർ BR അംബേദ്കറാണ്. സാഹോദര്യം, അത് ഏറ്റവും പ്രധാനപ്പെട്ട വാക്കാണ്, നിസ്സാരമായി കളയരുത് നിങ്ങൾ. സാഹോദര്യത്തിലൂടെ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. അതാണ് ശരിക്കും ദൈവീകം എന്നൊക്കെ നമ്മൾ പറയുന്നത്, സാഹോദര്യം.
അതിലധിഷ്ഠിതമാണ് നമ്മുടെ സമൂഹമെന്ന് പറയുന്നത്. സാഹോദര്യം നഷ്ടപ്പെട്ടാൽ എല്ലാം നഷ്ടപ്പെട്ടു എന്ന് പറയാം, അല്ലേ? വെറുതെ അല്ല 1888 ശ്രീനാരായണ ഗുരുദേവൻ നെയ്യാറിൻ്റെ കരയിൽ ശിവക്ഷേത്രം സ്ഥാപിച്ചിട്ട് അതിൻ്റെ ഭിത്തിയിൽ എഴുതി വച്ചത് ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സ്വാതരത്വേന. കണ്ട, ആ വാക്കിന് വളരെയധികം അർത്ഥമുണ്ട്. സ്വാതരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത്. പരസ്പരം സഹോദരന്മാരായി പരസ്പരം കൈത്താങ്ങായി പ്രവർത്തിക്കുമ്പോഴാണ് ഒരു സമൂഹത്തിൽ വ്യക്തികൾക്ക് അന്തസ്സ് വർദ്ധിക്കുന്നത്, അത് സമൂഹത്തിൻ്റെ യൂണിറ്റിയിലേക്ക് നയിക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഇവിടെ പറയുക. ഇനി ഞാൻ നിങ്ങളോട് നേരത്തെ ചോദിച്ചൊരു ചോദ്യം ചോദിക്കുകയാണ്. വാട്ട് ആർ ദി കീ വേർഡ്സ് സ്റ്റേറ്റഡ് ഇൻ ദി പ്രിയാമ്പിൾ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ? ഇന്ത്യൻ ഭരണഘടനയിലെ ആമുഖത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന കീ വേർഡ്സ് ഏതൊക്കെയാണ്? നേരത്തെ ഒരു 5 പഠിച്ചു, ഇപ്പം 4 പഠിച്ചു. ചേർത്ത് പറയാമോ? സോവറിൻ, സോഷ്യലിസ്റ്റ്, സെക്കുലാർ, ഡെമോക്രാറ്റിക്, റിപ്പബ്ലിക്, ജസ്റ്റിസ്, ലിബർട്ടി, ഇക്വാലിറ്റി ആൻഡ് ഫ്രട്ടേണിറ്റി. ക്ലിയർ അല്ലേ? നിങ്ങൾക്ക് ആ വാക്കുകളെല്ലാം കിട്ടിയിട്ടുണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആർ ഗ്യാരൻറ്റീഡ് ടു പ്രൊമോട്ട് ഫ്രട്ടേണിറ്റി. മൗലികാവകാശങ്ങൾ നിങ്ങൾക്ക് നമ്മൾ വിശദമായി പഠിക്കും. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സാഹോദര്യം ഗ്യാരൻറ്റി ചെയ്യുന്ന ഒരു കാര്യമാണ്. അത് നമ്മൾ ഇത് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഉടനെ വിശദമായി പഠിക്കും, അപ്പോൾ കൂടുതൽ നിങ്ങൾക്ക് മനസ്സിലാവും. അവിടെ നോക്കൂ, ഇവിടെ ദി വേർഡ് ഫ്രട്ടേണിറ്റി ഇൻ ദി ഇൻട്രൊഡക്ഷൻ വാസ് സജസ്റ്റഡ് ബൈ ഡോക്ടർ BR അംബേദ്കർ. ഞാൻ ഇപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. ഫ്രട്ടേണിറ്റി എന്ന വാക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരെന്ന് ചോദിച്ചാൽ ഡോക്ടർ BR അംബേദ്കർ, ഭരണഘടനാ ശില്പിയായ ഡോക്ടർ BR അംബേദ്കർ. നോക്കൂ, ഇനി ലിബർട്ടി, ഇക്വാലിറ്റി ആൻഡ് ഫ്രട്ടേണിറ്റി ഇന്ത്യ ബോറോഡ് ഫ്രം ഫ്രഞ്ച് റവല്യൂഷൻ. ജസ്റ്റിസ് റഷ്യൻ റവല്യൂഷനിൽ നിന്ന്. ലിബർട്ടി, ഇക്വാലിറ്റി ആൻഡ് ഫ്രട്ടേണിറ്റി ഫ്രഞ്ച് റവല്യൂഷനിൽ നിന്ന്. രാജ്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ റഷ്യയും ഫ്രാൻസും. ക്ലിയർ അല്ലേ? ജസ്റ്റിസ് അവിടുന്ന് കടം വാങ്ങി റഷ്യയിൽ നിന്ന്, അഥവാ റഷ്യൻ റവല്യൂഷനിൽ നിന്ന്. ലിബർട്ടി, ഇക്വാലിറ്റി ആൻഡ് ഫ്രട്ടേണിറ്റി അവിടുന്ന് കടം വാങ്ങി, അത് ഫ്രഞ്ച് റവല്യൂഷൻ നിന്ന്. അപ്പോൾ ഫ്രാൻസിൽ നിന്ന് കടം വാങ്ങിയ 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് ഒന്ന് ഇത് ലിബർട്ടി, ഇക്വാലിറ്റി ആൻഡ് ഫ്രട്ടേണിറ്റി ഒരുമിച്ച് പറഞ്ഞോളൂ. മറ്റൊന്ന് റിപ്പബ്ലിക്, അത് ഓർമ്മിച്ചോളുക. ദി വേർഡ് റിപ്പബ്ലിക് അല്ലെങ്കിൽ ദി ഐഡിയ ഓഫ് റിപ്പബ്ലിക് ഇന്ത്യ ബോറോഡ് ഫ്രം ഫ്രാൻസ്. ക്ലിയർ അല്ലേ? അതുകൂടെ ഓർമ്മിച്ചോളൂ. അപ്പം സോവിയറ്റ് റഷ്യയിൽ നിന്ന് നമ്മൾ കടം വാങ്ങിയത് എന്താണ്? നേരത്തെ പറഞ്ഞു ജസ്റ്റിസ്. പിന്നെ നമ്മൾ ഇനി പഠിക്കും ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്, മൗലിക കടമകൾ, മൗലിക ചുമതലകൾ. ലിബർട്ടി, ഇക്വാലിറ്റി ആൻഡ് ഫ്രട്ടേണിറ്റി USSRൽ നിന്ന് വാങ്ങി, അല്ലേ? അങ്ങനെയാണെങ്കിൽ, അല്ലെങ്കിൽ റഷ്യ, അതിനു മുമ്പ് റഷ്യൻ വിപ്ലവത്തിൽ നിന്ന് പറയുന്നതാണ് കൂടുതൽ കറക്റ്റ്. റഷ്യയിൽ നിന്ന് കടം വാങ്ങി എന്ന് തന്നെ പറഞ്ഞോളൂ. ഇവിടെ ഫ്രാൻസിൽ നിന്ന് കടം വാങ്ങിയത് ഏതൊക്കെയാണ്? റിപ്പബ്ലിക്, ലിബർട്ടി, ഇക്വാലിറ്റി ആൻഡ് ഫ്രട്ടേണിറ്റി. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അപ്പോൾ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് കൂടെ നിങ്ങൾ ഓർക്കണം. ദി പ്രിയാമ്പിൾ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് നോൺ ജസ്റ്റിസിയബിൾ. Preamble of Constitution is non-justiciable. Non-justiciable means not enforceable by court of law. കോടതികളിലൂടെ സ്ഥാപിച്ചെടുക്കാൻ കഴിയില്ല. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ന്യായവാദത്തിന് അർഹമല്ല. പഠിക്കണം. The preamble of Constitution is non-justiciable, which means that it cannot be enforced by court. നമുക്ക് കോടതിയിലൂടെ സ്ഥാപിച്ചെടുക്കാൻ പറ്റില്ല. ആമുഖത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നടപ്പാക്കി കിട്ടണമെന്ന് പറഞ്ഞുകൊണ്ട് കോടതിയിൽ പോകാൻ പറ്റില്ല. ഒരു കാര്യം കൂടെ നിങ്ങളോട് വ്യക്തമായി പഠിച്ചു വെച്ചാൽ നന്നായിരിക്കും. ഇന്ത്യൻ ഭരണഘടനയിലെ ഏതൊക്കെ കാര്യങ്ങളാണ് നോൺ ജസ്റ്റിസിബിൾ ആയിട്ടുള്ളത്? 3 കാര്യങ്ങൾ നിങ്ങൾ അടിവരയിട്ട് പഠിക്കണം. പ്രിയാമ്പിൾ നോൺ ജസ്റ്റിസിബിൾ, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി നോൺ ജസ്റ്റിസിബിൾ, മാർഗനിർദ്ദേശക തത്വങ്ങളും ന്യായവാദത്തിന് അർഹമല്ല. ഇന്ത്യൻ ഭരണഘടനയിലെ 4-ാം ഭാഗത്ത് 36 മുതൽ 51 വരെയുള്ള അനുച്ഛേദങ്ങളിൽ പ്രതിപാദിച്ചിരിക്കുന്ന ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി അഥവാ നിർദ്ദേശക തത്വങ്ങൾ കോടതികളിലൂടെ സ്ഥാപിച്ചെടുക്കാൻ പറ്റില്ല. അടുത്തത് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് നോൺ ജസ്റ്റിസിബിൾ ആണ്. ഇത് 3 ഓർക്കണം. മൗലിക കടമകളും നോൺ ജസ്റ്റിസിബിൾ ആണ്, കോടതിയിലൂടെ സ്ഥാപിച്ചെടുക്കാൻ കഴിയില്ല എന്നൊക്കെ നമുക്ക് പറയാം. പക്ഷേ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആർ ജസ്റ്റിസിബിൾ.
മൗലികാവകാശങ്ങൾ ന്യായവാദത്തിനർഹമാണ്. മൗലികാവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ പൗരന് ഇന്ത്യൻ ഭരണഘടനയുടെ 226 വകുപ്പ് പ്രകാരം ഹൈക്കോടതിയിലും 32 വകുപ്പ് പ്രകാരം സുപ്രീം കോടതിയിലും പോകാം. റിട്ടുകളിലൂടെ അവൻ്റെ അവകാശങ്ങൾ കോടതികൾ സ്ഥാപിച്ചു കൊടുക്കും. അതാണ് മൗലികാവകാശങ്ങൾ. അത് മാത്രം ഓർക്കുക. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആർ ജസ്റ്റിസിബിൾ, ക്യാൻ ബി എൻഫോഴ്സിബിൾ ബൈ കോർട്ട് ഓഫ് ലോ. If the fundamental right of a citizen is violated, he can approach High Court under Article 226 and the Supreme Court under Article 32. But preamble, directive principles of state policy and fundamental duties are non-justiciable. They cannot be enforced by court of law. Clear അല്ലേ? ഇത്രയും ഭംഗിയായിട്ട് ഒന്ന് ഓർമ്മിച്ച് വെച്ചുകൊള്ളുക. ദി ഓൺലി ഡേറ്റ് മെൻഷൻഡ് ഇൻ ദി പ്രിയാമ്പിൾ, ഇതാണ് പ്രിയാമ്പിളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളിൽ ഒന്ന്. ദി വൺ ആൻഡ് ഓൺലി ഡേറ്റ് മെൻഷൻഡ് ഇൻ ദി പ്രിയാമ്പിൾ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന ഏക തീയതി ഏത്? ഇത് അസംബ്ലിയൊക്കെ പഠിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞതാണ്. കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലി ഇന്ത്യൻ ഭരണഘടന എന്നാണോ അംഗീകരിക്കപ്പെട്ടത്, നിലവിൽ വന്നതല്ല. ഈ ഡേറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾക്ക് തിരിഞ്ഞു പോകാതിരിക്കാനാണ് ഞാൻ അടിവരയിട്ട് പറയുന്നത്. നിലവിൽ വന്നത് 1950 ജാനുവരി 26, അതല്ല. ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കപ്പെട്ട ദിവസം 1949 നവംബർ 26 തീയതി. ദി വൺ ആൻഡ് ഓൺലി ഡേറ്റ് മെൻഷൻഡ് ഇൻ ദി പ്രിയാമ്പിൾ 1949 നവംബർ 26. ഈ ഒരു ഡേറ്റ് അല്ലാതെ ഇന്ത്യൻ ഭരണഘടനയിലെ ആമുഖത്തിൽ നിങ്ങൾ ഇനി മൈക്രോസ്കോപ്പ് വെച്ച് നോക്കിയാലും മറ്റൊരു തീയതി കാണാൻ നിങ്ങൾക്ക് കഴിയില്ല. ഒറ്റ ഡേറ്റ് മാത്രമേ ആമുഖത്തിൽ പ്രതിപാദിച്ചുള്ളൂ. അതുകൊണ്ട് ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ്. ക്ലിയർ അല്ലേ? അത് ക്ലിയറായി. നോക്കൂ, ദി പ്രിയാമ്പിൾ പേജ് വാസ് ഡിസൈൻഡ് ബൈ, ആരാണ് പ്രിയാമ്പിൾ പേജ് ഡിസൈൻ ചെയ്തത്? ദി കവർ പേജ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വാസ് ഡിസൈൻഡ് ബൈ നന്ദലാൽ ബോസ് എന്ന അസംബ്ലി പഠിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞു. എന്നാൽ നിങ്ങൾ ആമുഖം എടുത്തു നോക്കൂ, ആമുഖത്തിൻ്റെ പേജ് ഡിസൈൻ ചെയ്ത ആരെന്നാണ് ഇവിടുത്തെ ചോദ്യം. പ്രിയാമ്പിൾ പേജ് വാസ് ഡിസൈൻഡ് ബൈ ആ നന്ദലാൽ ബോസിൻ്റെ ഒരടുത്ത ശിഷ്യൻ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ പേര് ബിയോഹർ രാം മനോഹർ സിൻഹ. രാം മനോഹർ സിൻഹ എന്ന പേരെങ്കിലും നിങ്ങൾ ഓർമ്മിച്ചിരുന്നാൽ മതി. ബിയോഹർ രാം മനോഹർ സിൻഹ. നോക്കൂ, പ്രിയാമ്പിൾ പേജ് വാസ് ഡിസൈൻഡ് ബൈ റാം മനോഹർ സിൻഹ. ബിയോഹർ രാം മനോഹർ സിൻഹ. മറക്കരുതേ. ആമുഖമൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും പല ബുക്കുകളിലൊക്കെ, മിക്കവാറും ഉള്ള സ്കൂൾ പാഠപുസ്തകത്തിലൊക്കെ ആദ്യ പേജിൽ തന്നെ ആമുഖത്തിൻ്റെയൊക്കെ പടം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ കാണും. ഒരു ഡിസൈൻ, പ്രത്യേകിച്ച് ഒരു ഡിസൈനിലാണ് നമുക്കിതിൽ ഈ ചോദ്യം ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ഞാനത് കാണിച്ചു തരാം. നമ്മളത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ. ദി പ്രിയാമ്പിൾ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ബിഗിൻസ് വിത്ത് ദി വേർഡ് വി ദി പീപ്പിൾ ഓഫ് ഇന്ത്യ. ഇത് ഒരുപാട് തവണ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ആരംഭിക്കുന്നത് എങ്ങനെ? നാം ഇന്ത്യയിലെ ജനങ്ങൾ, അങ്ങനെയാണ് തുടങ്ങുന്നത്. വി ദി പീപ്പിൾ ഓഫ് ഇന്ത്യ ഹാവിങ് സോളംലി resolved to constitute India into sovereign, socialist, secular, democratic republic and to secure to its citizen justice, liberty, equality and fraternity. ഇങ്ങനെ പോകുന്നു പ്രിയാമ്പിൾ. അപ്പം തുടങ്ങുന്നത് എങ്ങനെ? പ്രിയാമ്പിൾ ഓഫ് ഇന്ത്യ എങ്ങനെയാണ് ബിഗിൻ ചെയ്യുന്നത്, ആരംഭിക്കുന്നത് വെച്ചാൽ വി ദി പീപ്പിൾ ഓഫ് ഇന്ത്യ. ഈ അടുത്ത കാലത്തും പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ്. ഇന്ത്യൻ ഭരണഘടന ആമുഖം ആരംഭിക്കുന്നതെങ്ങനെ? നാം ഇന്ത്യയിലെ ജനങ്ങൾ, ഇന്ത്യയിലെ ജനങ്ങളായ നാം, അല്ലെങ്കിൽ വി ദി പീപ്പിൾ ഓഫ് ഇന്ത്യ എന്നാണ് തുടങ്ങുന്നത്. ഞാൻ പറഞ്ഞു, വി ദി പീപ്പിൾ ഓഫ് ഇന്ത്യ ഹാവിങ് സോളംലി റിസോൾവ്ഡ് ടു കോൺസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യ ഇൻറ്റു എ സോവറിൻ, സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ആൻഡ് ടു സെക്യൂർ ടു ഇറ്റ്സ് ഓൾ സിറ്റിസൺസ് ജസ്റ്റിസ്, ലിബർട്ടി, ഇക്വാലിറ്റി ആൻഡ് ഫ്രട്ടേണിറ്റി. നോക്കൂ എത്ര സുന്ദരമായിട്ടാണ് അത് തുടങ്ങിയിരിക്കുന്നത്. പക്ഷേ ഇവിടെ ഒരു കാര്യം നിങ്ങൾ ഓർക്കണം, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ആരംഭിക്കുന്നത് വി ദി പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് തന്നെയാണ്.
അപ്പോൾ ഇവിടെ ഒരു ചോദ്യം, ദി ഫ്രൈസ് വി ദി പീപ്പിൾ ഓഫ് ഇന്ത്യ ഇൻഡിക്കേറ്റ്സ് ദാറ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ വാസ് ക്രിയേറ്റഡ് ബൈ പീപ്പിൾ ഓഫ് ഇന്ത്യ ആൻഡ് നോട്ട് ബൈ എനി ഔട്ട്സൈഡ് പവർ. ആരാണ് പ്രിയാമ്പിൾ തയ്യാറാക്കിയത്? ഇന്ത്യയിലെ ജനങ്ങൾ. ആരാണ് പ്രിയാമ്പിൾ അവതരിപ്പിച്ചത്? ഇന്ത്യയിലെ ജനങ്ങൾ. ആർക്കു വേണ്ടിയാണ് പ്രിയാമ്പിൾ തയ്യാറാക്കിയത്? ഇന്ത്യയിലെ ജനങ്ങൾക്ക് വേണ്ടി. അപ്പോൾ ഇന്ത്യയിലെ ജനങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കി അവതരിപ്പിച്ച ഒരു ഡോക്യുമെൻ്റാണ് ഭരണഘടന. അതിൻ്റെ ആമുഖത്തിൽ അതുകൊണ്ട് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് വി ദി പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഈ അടുത്ത കാലത്തും പരീക്ഷയ്ക്ക് ഒരു ചോദ്യം വന്നു, ഇന്ത്യൻ ഭരണഘടനയിലെ ഡാഷ് ജനങ്ങളാണ് അധികാര സ്രോതസ് എന്ന് വ്യക്തമാക്കുന്നു. ജനങ്ങളാണ് അധികാര സ്രോതസ് എന്ന് വ്യക്തമാക്കുന്ന ഭരണഘടനയിൽ ഏതാണ് എന്ന് ചോദിച്ചാൽ ആമുഖത്തിൽ അടിവരയിട്ട് പറഞ്ഞു വി ദി പീപ്പിൾ ഓഫ് ഇന്ത്യ. ശരിക്ക് ജനങ്ങളാണ് അധികാരത്തിൻ്റെ സ്രോതസ് എന്ന് വ്യക്തമാക്കുന്നു. പരീക്ഷയ്ക്ക് ചോദ്യമാണ്, പ്രീവിയസ് ചോദ്യമാണ്. അപ്പം ജനങ്ങളാണ് അധികാര സ്രോതസ് എന്ന് വ്യക്തമാക്കുന്നത് ഏതാണ്, ഭരണഘടന ഏതാണെന്ന് വെച്ചാൽ ആമുഖം. തെറ്റിക്കരുത്, പഠിച്ചു വെച്ചോളുക. അടുത്ത നോക്കൂ, പ്രിയാമ്പിൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡിക്ലേഴ്സ് ദാറ്റ് അൾട്ടിമേറ്റ് സോഴ്സ് ഓഫ് പവർ ആൻഡ് അതോറിറ്റി ഇൻ ഇന്ത്യ ലൈസ് വിത്ത് ദി പീപ്പിൾ ഓഫ് ഇന്ത്യ. ഞാനിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. അൾട്ടിമേറ്റ് അതോറിറ്റി ആൻഡ് പവർ, പരമാധികാരം, സർവാധികാരം എന്ന് പറയുന്നത് ജനങ്ങൾക്കാണ് എന്നാണ് ആമുഖം പറയുന്നത്. ജനങ്ങൾ. അപ്പം ശരിക്കും അൾട്ടിമേറ്റ് പവർ ആൻഡ് അതോറിറ്റി എന്ന് പറയുന്നത് ജനങ്ങളാണ്, മറക്കാതിരിക്കുക. ഇനി ഇവിടെ ഒരു ചോദ്യം വരാം. വി ദി പീപ്പിൾ എന്ന് പറഞ്ഞുകൊണ്ടൊരു ജനറൽ ചോദ്യം കൂടെ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്, ഓർക്കണം. ദി ഓഥർ ഓഫ് ബുക്ക് വി ദി പീപ്പിൾ. വി ദി പീപ്പിൾ എന്ന ഒരു കൃതി എഴുതിയതാരാണ്? നാനി എ പൾക്കിവാല, എന്നെ പൾക്കിവാല എന്ന് നമ്മൾ ചുരുക്കി പറയുന്നതാണ് നാനി എ പൾക്കിവാല. ഇനി അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ പഠിക്കും. എന്താണ് അദ്ദേഹം പ്രിയാമ്പിളിന് ഒരു വിശേഷണം കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് ഞാൻ വരികയാണ്. അപ്പോൾ എന്നെ പൾക്കിവാല, നാനി എ പൾക്കിവാലയാണ് പറഞ്ഞത് പ്രിയാമ്പിൾ വി ദി പീപ്പിൾ എന്ന കൃതിയുടെ കർത്താവ്. വി ദി പീപ്പിൾ എന്ന കൃതിയുടെ ഓഥർ ആരാണെന്ന് ചോദിച്ചാൽ അത് എന്നെ പൾക്കിവാല. അതും കൂടി ഒന്ന് ഓർമ്മിച്ചോളുക. ദി പേഴ്സൺ ഹൂ സജസ്റ്റഡ് ദി പ്രിയാമ്പിൾ ഷുഡ് ബിഗിൻ വിത്ത് ദി വേർഡ്സ് ഇൻ ദി നെയിം ഓഫ് ഗോഡ്. വെരി ഇമ്പോർട്ടൻറ്റ്. അതായത് ഞാൻ പറഞ്ഞു, ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഓരോ കാര്യങ്ങൾ തീരുമാനമെടുക്കുന്നത് കൂട്ടായ ചർച്ചയിലൂടെയാണ്. അസംബ്ലി പഠിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞതാണ്, അല്ലാതെ ഏകപക്ഷീയമായൊരു തീരുമാനമല്ല ഒരു കാര്യത്തിലും എടുക്കുന്നത്. അപ്പോൾ ആമുഖം എങ്ങനെ ആരംഭിക്കാം, പ്രിയാമ്പിൾ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം, ഏത് വാക്കുപയോഗിച്ച് സ്റ്റാർട്ട് ചെയ്യാം എന്നൊക്കെ ഒരു ചർച്ച വന്നപ്പോൾ പലരും പറഞ്ഞു വി ദി പീപ്പിൾ അതാണ് നല്ലത്. നമ്മുടെ രാജ്യത്ത് ജനങ്ങളാണ് വലുത്, ജനങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങാം എന്ന് പറഞ്ഞു. പക്ഷെ ഒരാൾ പറഞ്ഞു പറ്റില്ല, ഇൻ ദി നെയിം ഓഫ് ഗോഡ് എന്ന് തന്നെ തുടങ്ങണം, ദൈവനാമത്താൽ എന്ന് തന്നെ ആയിരിക്കണം പ്രിയാമ്പിൾ തുടങ്ങേണ്ടത് എന്ന് വാശി പിടിച്ചു ഒരാൾ. ആരാണെന്നറിയോ അത്? എസ് വി കാമത്ത്. അപ്പം പരീക്ഷയ്ക്ക് ചോദിക്കും, ദി പേഴ്സൺ ഹൂ സജസ്റ്റഡ് ദി പ്രിയാമ്പിൾ ഷുഡ് ബിഗിൻ വിത്ത് ദി വേർഡ് ഇൻ ദി നെയിം ഓഫ് ഗോഡ്, ദൈവനാമത്താൽ എന്ന വാക്കുപയോഗിച്ച് ആമുഖം ആരംഭിക്കണമെന്ന് വാശി പിടിച്ച ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗമാർ എച്ച് വി കാമത്ത്. പലരും അദ്ദേഹത്തെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. അങ്ങനെ ചെയ്യണ്ട, വേണ്ട. കാരണമെന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ രാജ്യം ഒരു മതേതര രാഷ്ട്രമാണ്. ഇവിടെ മതത്തിൽ വിശ്വസിക്കുന്നവരുണ്ട്, അവിശ്വസിക്കുന്നവരുണ്ട്, ഈശ്വറിൽ വിശ്വസിക്കുന്നവരുണ്ട്, അവിശ്വസിക്കുന്നവരുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അത് അങ്ങനെ ദൈവനാമത്താൽ എന്ന് പറയുന്നതിനേക്കാളും നല്ലത് ജനങ്ങളാണ്, ജനങ്ങളുടെ പേരിൽ തുടങ്ങുന്നതാണ് നല്ലതെന്ന് പറഞ്ഞു. കാമത്ത് ഒരു കാരണവശാലും സമ്മതിച്ചില്ല. വലിയ തർക്കം നടന്നു. ഈശ്വര വിശ്വാസികളായ പല അംഗങ്ങൾ പോലും കാമത്തിനോട് പറഞ്ഞു അത് വേണ്ട, നമുക്ക് ഇങ്ങനെ തുടങ്ങുന്നതല്ലേ നല്ലത്. നമുക്കറിയാം, കേരളത്തിൽ നിന്ന് പോയ ഒരു സമ്പൂർണ്ണ ഈശ്വരവിശ്വാസി ആളാണ് പട്ടം താണുപിള്ള. അദ്ദേഹവും പറഞ്ഞു കാമത്തെ ഇങ്ങനെയാണ് നമുക്ക് തുടങ്ങുന്നതല്ലേ നല്ലത്, ഇങ്ങനെ തുടങ്ങുന്നത്. കാമത്ത് പറഞ്ഞു പറ്റില്ല. വെസ്റ്റ് ബംഗാളിൽ നിന്ന് വന്ന സമ്പൂർണ്ണ ഈശ്വരവിശ്വാസിയായ പൂർണിമ ബാനർജി, ഒരു വനിത, അവരും പറഞ്ഞു നിങ്ങളിങ്ങനെ വാശി പിടിക്കരുത്, വാശി പിടിച്ചാൽ നമുക്ക് വോട്ടിനിടേണ്ടി വരും. ഈ കാര്യം വോട്ടിനിടുന്നത്, ദൈവത്തിൻ്റെ കാര്യം വോട്ടിനിടുന്നത് തന്നെ നാണക്കേടാണ്, ദൈവത്തെ അപമാനിക്കും പോലെയാണെന്നൊക്കെ പറഞ്ഞിട്ടും കാമത്ത് പിന്മാറിയില്ല. അവസാനം എന്ത് ചെയ്തു? വോട്ടിനിട്ടു. വോട്ടിനിട്ടപ്പം സംഭവിച്ചത് എന്താണ്? ഒരു 42 വോട്ടം കണ്ട ദൈവത്തിന് കിട്ടി, 1068 വോട്ട് ആർക്ക് കിട്ടി? ജനങ്ങൾക്ക് കിട്ടി.
അങ്ങനെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ആദ്യമായിട്ട് ജനങ്ങൾ ദൈവത്തെ തോൽപ്പിച്ച ദിവസമായിരുന്നു അത്. അങ്ങനെ തീരുമാനമെടുത്തു, എന്താണ് വി ദി പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ് തുടങ്ങാമെന്ന്. അതാണ് നമ്മുടെ അവസാനം പിന്നെ അംഗീകരിക്കേണ്ടി വന്നു കാമത്തിന്, കാരണം ഭൂരിപക്ഷം തീരുമാനം അംഗീകരിച്ചില്ലേ മതിയാവുള്ളൂ. അങ്ങനെയാണ് നമ്മുടെ വി ദി പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ആമുഖം ആരംഭിച്ചത്. ഇനിയാണ് ഇതിൻ്റെ ഒരു ലാസ്റ്റ് ഏരിയയിലേക്ക് നമ്മൾ കടക്കുന്നു. ആമുഖത്തെ പല ആൾക്കാർ പല രീതിയിൽ വിശേഷിപ്പിച്ചുണ്ട്. ആമുഖത്തിൻ്റെ വിശേഷണങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. ശ്രദ്ധിക്കുക. ഒരാൾ പറഞ്ഞു പ്രിയാമ്പിൾ ഈസ് ദി സോൾ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ, കീ ടു ദി കോൺസ്റ്റിറ്റ്യൂഷൻ, കീ ടു കോൺസ്റ്റിറ്റ്യൂഷൻ, ജുവൽ സെറ്റ് ഇൻ ദി കോൺസ്റ്റിറ്റ്യൂഷൻ. ആമുഖം ഭരണഘടനയുടെ ആത്മാവാണ്. ഹാർട്ട് ആൻഡ് സോൾ എന്ന് പറയുന്നതിലും തെറ്റില്ല. ആമുഖം ഭരണഘടനയുടെ ആത്മാവാണ്. കീ ടു കോൺസ്റ്റിറ്റ്യൂഷൻ, ആമുഖം ഭരണഘടനയുടെ താക്കോലാണ്. ജുവൽ സെറ്റ് ഇൻ ദി കോൺസ്റ്റിറ്റ്യൂഷൻ, ആമുഖം ഭരണഘടനയുടെ ആഭരണമാണ്, അലങ്കാരമാണ്. ഈ 3 വിശേഷണം നടത്തിയ ആളിൻ്റെ പേരാണ് താക്കൂർ ദാസ് ഭാർഗവ്, പണ്ഡിറ്റ് താക്കൂർ ദാസ് ഭാർഗവ്. മറക്കരുത്. പ്രിയാമ്പിൾ ഈസ് ദി സോൾ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ വേണമെങ്കിൽ ചോദിക്കാം, ഹൂ ടേംഡ് പ്രിയാമ്പിൾ സോൾ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ? താക്കൂർ ദാസ് ഭാർഗവ്. കീ ടു ദി കോൺസ്റ്റിറ്റ്യൂഷൻ, കീ ടു കോൺസ്റ്റിറ്റ്യൂഷൻ, ജുവൽ സെറ്റ് ഇൻ ദി കോൺസ്റ്റിറ്റ്യൂഷൻ. ആരാണ് പറഞ്ഞത്? താക്കൂർ ദാസ് ഭാർഗവ്. അപ്പോഴൊരാൾ പറഞ്ഞു, ഇത് രണ്ടും കൂടെ ചേർത്ത് ഒരാൾ പറഞ്ഞു, എന്താണ്? സോൾ ആൻഡ് കീ ടു കോൺസ്റ്റിറ്റ്യൂഷൻ. അതിലേക്ക് വരാം. അത് ജവഹർലാൽ നെഹ്റു ആണ്. അത് നമുക്ക് നോക്കാം. കീ ടു കോൺസ്റ്റിറ്റ്യൂഷൻ, സോൾ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ, ജുവൽ സെറ്റ് ഇൻ ദി കോൺസ്റ്റിറ്റ്യൂഷൻ, താക്കൂർ ദാസ് ഭാർഗവ്. എന്നാൽ പൊളിറ്റിക്കൽ ഹോറോസ്കോപ്പ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞത് ആരാണ്? ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകമാണ്. ഈ വിശേഷണമാണ് ഏറ്റവും കൂടുതൽ തവണ പരീക്ഷയ്ക്ക് ചോദിച്ചുള്ളത്. ഹൂ ടേംഡ് പ്രിയാമ്പിൾ ആസ് പൊളിറ്റിക്കൽ ഹോറോസ്കോപ്പ് ഓഫ് ഇന്ത്യ? ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകമാണ് ആമുഖം. നമ്മുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലേക്ക് അംഗമായിരുന്ന KM മുൻഷിയുടെ വിശേഷണമാണ്. വെരി ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വയ്ക്കണം. ഇനിയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, സോൾ എന്ന് പറഞ്ഞത് താക്കൂർ ദാസ് ഭാർഗവ്, കീ എന്ന് പറഞ്ഞതും താക്കൂർ ദാസ് ഭാർഗവ്. അത് രണ്ടും കൂടെ ചേർത്ത് നെഹ്റു പറഞ്ഞു സോൾ ആൻഡ് കീ ടു കോൺസ്റ്റിറ്റ്യൂഷൻ. പ്രിയാമ്പിൾ ഈസ് ദി സോൾ ആൻഡ് കീ ടു കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞത് ജവഹർലാൽ നെഹ്റു. ഇവിടെ ഒരു കാര്യം ഓർക്കണം, സോൾ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞത് പണ്ഡിറ്റ് താക്കൂർ ദാസ് ഭാർഗവാണെന്ന് ഞാൻ പറഞ്ഞു. ഒരിക്കൽ പരീക്ഷയ്ക്ക് ചോദിച്ചു, ഈ ഭരണഘടനയുടെ ആത്മാവാണ് ആമുഖമെന്ന് വിശേഷിപ്പിച്ച, അല്ലെ ആമുഖത്തെ ഭരണഘടനയുടെ ആത്മാവെന്ന് വിശേഷിപ്പിച്ചത് ആരെന്ന് ചോദിച്ചിട്ട് അതിൻ്റെ ഓപ്ഷനിൽ താക്കൂർ ദാസ് ഭാർഗവിൻ്റെ പേരില്ലായിരുന്നു. അവിടെ ആൻസറായി വന്നത് ജവഹർലാൽ നെഹ്റു. നിങ്ങൾ ഓർത്ത് വെച്ചോളുക. കാരണം സോളെന്നോ കീയെന്നോ ചോദിച്ചാൽ രണ്ടും ഇദ്ദേഹവും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ താക്കൂർ ദാസ് ഭാർഗവിൻ്റെ പേരുണ്ടെങ്കിൽ അത് എഴുതാവൂ. അദ്ദേഹമാണ് ആദ്യം അത് പറഞ്ഞത്. സോൾ കീ എന്നൊക്കെ പറഞ്ഞു. സോൾ ആൻഡ് കീ എന്ന് പറഞ്ഞത് ജവഹർലാൽ നെഹ്റു ആണ്. ഓർത്തോളണേ. അടുത്ത വളരെ പ്രധാനപ്പെട്ടതാണ്. മറ്റൊരാൾ പറഞ്ഞു പ്രിയാമ്പിൾ ഈസ് ആൻ ഐഡൻറ്റിറ്റി കാർഡ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ. ആമുഖം ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡാണ്. പ്രിയാമ്പിൾ ഈസ് ആൻ ഐഡൻറ്റിറ്റി കാർഡ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ. ആമുഖം ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡാണെന്ന് പറഞ്ഞത് എന്നെ പൾക്കിവാല, നാനിയെ പൾക്കിവാല. എവിടെ പഠിച്ചതാണ് നമ്മൾ? ഈ പേര് നമ്മൾ നേരത്തെ കേട്ടല്ലോ. ദ ഓഥർ ഓഫ് ദി ബുക്ക് വി ദി പീപ്പിൾ. വി ദി പീപ്പിൾ എന്ന കൃതിയുടെ കർത്താവ് എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ച അദ്ദേഹമാണ് പറഞ്ഞത് പ്രിയാമ്പിൾ ഈസ് ദി ഐഡൻറ്റിറ്റി കാർഡ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ വേറൊരാൾ പറഞ്ഞു കീ നോട്ട് ടു ദി കോൺസ്റ്റിറ്റ്യൂഷൻ. പ്രിയാമ്പിൾ ഈസ് ദി കീ നോട്ട്. ഈ കീയും കീ നോട്ടും തമ്മിൽ മാറിപ്പോകരുത് കേട്ടോ. കീ എന്ന് പറഞ്ഞാൽ താക്കോല്, താക്കൂർ ദാസ് ഭാർഗവ്. കീ നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ എസൻസ്, പ്രധാന ഭാഗം, അതിൻ്റെ കാതലായ ഭാഗം. കീ നോട്ട്, കോൺസ്റ്റിറ്റ്യൂഷൻ്റെ കീ നോട്ടാണ് പ്രിയാമ്പിൾ എന്ന് വിശേഷിപ്പിച്ചത് ഏണസ്റ്റ് ബാർക്കർ. കീ നോട്ട് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ഏണസ്റ്റ് ബാർക്കറാണ് അങ്ങനെ വിശേഷിപ്പിച്ചത്. അപ്പോഴൊരാൾ പറഞ്ഞു പ്രിയാമ്പിൾ റിസംബിൾസ് ദി ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ് ഓഫ് USA. അമേരിക്കയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിന് സമാനമാണ് പ്രിയാമ്പിൾ. പ്രിയാമ്പിൾ റിസംബിൾസ് ദി ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ് ഓഫ് USA. അമേരിക്കയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിന് സമാനമാണ് പ്രിയാമ്പിൾ എന്ന് വിശേഷിപ്പിച്ചത്
മുഹമ്മദ് ഹിദായത്തുള്ള സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസൊക്കെ ആയിരുന്ന, ഇന്ത്യയുടെ ആക്ടിംഗ് പ്രസിഡൻ്റായിരുന്ന, ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയായി പ്രവർത്തിച്ച എന്നൊക്കെ ഒരുപാട് പദവികൾ വഹിച്ചിട്ടുള്ള ഹിദായത്തുള്ള അദ്ദേഹം ഒരു കാര്യം കൂടെ പറഞ്ഞു, പ്രിയാമ്പിൾ ഈസ് ദി സോൾ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ. കേട്ടോ, സോൾ എന്നപ്പോൾ എത്ര പേര് പറഞ്ഞു? താക്കൂർദാസ് ഭാർഗവ് പറഞ്ഞു, ജവഹർലാൽ നെഹ്റു പറഞ്ഞു, ഇപ്പം ഹിദായത്തുള്ളയും പറഞ്ഞു. അപ്പം താക്കൂർദാസ് ഭാർഗവിൻ്റെ പേരും ജവഹർലാൽ നെഹ്റുവിൻ്റെ പേരും ഇല്ലെങ്കിൽ സോൾ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞായിരുന്നു ചോദിച്ചാൽ ഹിദായത്തുള്ളയുടെ പേര് കൂടി കൺസിഡർ ചെയ്തുകൊള്ളുക. 3 പേരും പറഞ്ഞു. അങ്ങനെ ക്ലിയർ അല്ലേ അത്? ഇനി ഒരു വിശേഷണം കൂടി ഉണ്ട്, നോക്കൂ. ദി പ്രിയാമ്പിൾ ടു അവർ കോൺസ്റ്റിറ്റ്യൂഷൻ എക്സ്പ്രസ് വാട്ട് വി ഹാഡ് തോട്ട് ഓർ ഡ്രംഡ് സോ ലോങ് എന്ന് പറഞ്ഞത് ആരാണ്? അതായത് ആമുഖം ഓരോ ഇന്ത്യക്കാരൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ദീർഘകാലത്തെ സ്വപ്നത്തിൻ്റെ സാക്ഷാത്കാരമാണ്. ആമുഖം എന്ന് പറയുന്നത് ഒരു ഇന്ത്യക്കാരൻ്റെ ദീർഘകാലത്തെ സ്വപ്നങ്ങളുടെ പ്രകാശനമാണ് അല്ലെങ്കിൽ സ്വപ്നങ്ങളുടെ സാക്ഷാത്കാരമാണ് എന്ന് പറഞ്ഞത് അലാഡി കൃഷ്ണസ്വാമി അയ്യർ. അലാഡി. അപ്പോൾ ഞാൻ ഒന്നുകൂടെ ആ വിശേഷണങ്ങളൊന്ന് പറയാം. Preamble is the key to constitution, soul of constitution, jewel set in the constitution. Thakur Das Bhargava. Preamble is the soul and the key to constitution, Jawaharlal Nehru. Preamble is the political horoscope of India, K.M. Munshi. Preamble is the identity card of constitution, N.A. Palkiwala. N.A. Palkiwala. Preamble resembles the Declaration of Independence of USA, അല്ലെങ്കിൽ ഇറ്റ് ഈസ് സോൾ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ, മുഹമ്മദ് ഹിദായത്തുള്ള. പ്രിയാമ്പിൾ ടു അവർ കോൺസ്റ്റിറ്റ്യൂഷൻ എക്സ്പ്രസസ് വാട്ട് വി ഹാഡ് തോട്ട് ഓഫ് ഡ്രംഡ് സോ ലോങ്, അലാഡി കൃഷ്ണസ്വാമി അയ്യർ. കീ നോട്ട് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ, ഏണസ്റ്റ് ബാർക്കർ. ഈ വിശേഷണങ്ങളെല്ലാം ഒന്ന് പഠിച്ചാൽ അതിനകത്തുനിന്ന് ചോദ്യങ്ങളുണ്ടാകും. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മുടെ പ്രിയാമ്പിള് പൂർണ്ണമായും അവസാനിച്ചിരിക്കുന്നു. അടുത്ത ഒരു സെഷനിൽ നമ്മളിതിൻ്റെ MCQ ഒരുപാട് മോഡൽ ചോദ്യങ്ങൾ വിശകലനം ചെയ്യുന്ന ഒരു സെഷനുണ്ട്. അതിനുശേഷം PYQയും നമ്മുടെ പാഠപുസ്തകത്തിലെ SCRT NCRT ആ പാഠപുസ്തകത്തിലെ പോയിന്റുകളോട് ഉൾപ്പെടുത്തി ഒരു PYQയും കൂടെ എടുക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കിതിൽ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാകും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്. മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്. ഗുഡ് ബൈ.